ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബിയുടെ പൊന്നുമോള് അലിയുനിൽ മുർത്തദ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, ഇവരെല്ലാവരും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവലംബങ്ങളാണ്. അവരെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് സത്യത്തിൽ ഈ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, മഹദിയെ കുറിച്ച് പറയുമ്പോ ആ മഹദിയോടും മഹദിയുടെ ഭർത്താവായ അലിയാരോടും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹവും മുത്തുനബിയുടെ അടുത്ത് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന സ്ഥാനവുമൊക്കെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സമയം അവസാനിച്ചപ്പോൾ തൽക്കാലം നിർത്തിവെച്ചത്. തുടരാം. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കയറി വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്ത കൂട്ടുകാരനാണ്, തർക്കമില്ല. മുത്തുനബി കഴിഞ്ഞാൽ പിന്നെ ഉമ്മത്ത് മുഹമ്മദിയയില്. അങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ് ഹബീബിലേക്കുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് ഉമ്മത്ത് മുഹമ്മദിയയിൽ ഒന്നാം സ്ഥാനം മുത്തുനബിക്കാണ്. അത് കഴിഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദിയയില് ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് തർക്കമില്ല, അത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അലി ഇബ്നു അബീ ത്വാലിബിനോട്, അല്ലയോ അലി, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊരു കൂട്ടർ പിഴച്ചു പോകും, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊരു കൂട്ടർ പിഴച്ചു പോകും, നിന്നോടുള്ള ദേഷ്യം കൊണ്ടും പിഴച്ചു പോകും. ഖവാരിജുകള് ദേഷ്യം കൊണ്ട് പിഴച്ചു പോയെങ്കിൽ ഷിയാക്കള് ഇഷ്ടം കൊണ്ട് പിഴച്ചു പോയവരാ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് പിഴച്ചു പോയവരാണവർ. അത് റസൂലുള്ളാഹി ആദ്യമേ പ്രവചിച്ചതാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഇത് പറയാൻ വേണ്ടിയാ പറഞ്ഞു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ, മുത്തുനബിയുടെ അടുത്തേക്ക് കയറി വരുമ്പോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ ജീവിത പങ്കാളിയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ് ആയിഷ ബീവി, എല്ലാവർക്കും അറിയാം. കടന്നു വരുന്ന സമയത്ത് ഫസമിഅ ആയിഷത ആലിയൻ സൗതുഹാ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഇങ്ങ് കയറി വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് ഒരൽപ്പം ശബ്ദം പൊങ്ങിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം മകള് മുത്തുനബിയോടെന്തോ സംസാരിക്കുന്നു. വീട്ടിനകത്തു വെച്ചാണ്, അല്പം ശബ്ദം പൊങ്ങിയിട്ടുണ്ട്. വഹിയ തഖൂൽ, അവിടെന്തോ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. എന്താണത് എന്നറിയോ? വല്ലാഹി ലഖദ് അറഫ്തു, വല്ലാഹി ലഖദ് അറഫ്തു അന്ന ഫാത്തിമത വ അലിയൻ അഹബ്ബു ഇലൈക മിന്നി വമിൻ നബി മറത്തൈനി വസലാസ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അല്ലയോ മുത്തുനബിയെ, എനിക്ക് നന്നായി അറിയാം, എനിക്കുറപ്പുണ്ട്, യാ റസൂലല്ലാഹ്, എനിക്കുറപ്പുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയും അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബും, അങ്ങയുടെ പൊന്നുമോളും പൊന്നുമോളുടെ പുതിയാപ്പിളയും, അഹബ്ബു ഇലൈക മിന്നി വമിൻ നബി, എന്നേക്കാളേറെ, എന്റെ വാപ്പയേക്കാളേറെ
തങ്ങൾ അവരെയാണോ സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. മറത്തൈനി ഔ സലാസ, 2 തവണ അല്ലെങ്കിൽ 3 തവണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3-ാം തവണയോ 4-ാം തവണയോ ആണ് തങ്ങളുടെ സ്നേഹമുള്ളത്. 2 വട്ടം തങ്ങൾ സ്നേഹിക്കുന്നത് 1-ഉം 2-ഉം തങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ 1-ഉം 2-ഉം 3-ഉം തങ്ങളുടെ സ്നേഹം ബഹുമാനപ്പെട്ട ഫാത്തിമയോടും അലിയാരോടുമാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മകളെന്ന നിലക്കും മകളുടെ പുതിയാപ്പിള എന്ന നിലക്കും പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹം കുറവില്ല. പക്ഷേ ആയിഷ ബീവി ഇത് പറഞ്ഞത് അലിയാരോടും ഫാത്തിമയോടുമുള്ള ആ സ്നേഹത്തിന്റെ കട്ടി അത് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ്. ഇതങ്ങ് പറയുമ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് അങ്ങ് കടന്നു വന്നിട്ട് ചോദിച്ചു, യാ ബിന്ത ഫുലാൻ, അബൂബക്കറിന്റെ മകളെ, സ്വന്തം മകളോട് പറയാണ്, അബൂബക്കറിന്റെ മകളെ, അലാ സമിഅതുകി തർഫഈന സൗതകി അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ നിന്റെ ശബ്ദം അല്പം ഉയർന്നോ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി മേലാലിൽ ഇങ്ങനെ സംഭവിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് ശബ്ദം ഉയർത്തരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാളേറെ നിങ്ങളുടെ ശബ്ദം പൊങ്ങരുത്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശബ്ദം ഒരിക്കലും ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ പൊങ്ങുകയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അദബ് ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ വായിച്ചെടുത്തു എന്നിടത്താ വിഷയമുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മകളെ ഉപദേശിക്കുന്നു, പൊന്നുമോളെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് നോക്ക് നിങ്ങള്, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ഈ അദബ് കീപ്പ് ചെയ്യുകയാണ്. മദീനയിൽ റൗദയുടെ മുമ്പിൽ എന്തൊരു നിശബ്ദതയാണ്, എന്തൊരു ശാന്തതയാണ്. അങ്ങോട്ട് ചെന്ന് നോക്കിയാല് അല്ലാത്ത സ്ഥലത്തൊക്കെ ബഹളവും ഒച്ചപ്പാടും ഒക്കെ കേട്ടാലും ആ റൗദയുടെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ശബ്ദം പോലും കേൾക്കാൻ കഴിയില്ല. ഖബറു ഷരീഫിന്റെ മുമ്പില്, ഹുജറത്തു ഷരീഫയുടെ മുമ്പില്, അതിന്റെ പരിസരത്താണ് റൗദയുള്ളത്, റൗദയിലും കേൾക്കൂല. പിന്നെന്താണ്, ചെറിയ അടക്കിപ്പിടിച്ച കരച്ചിലുകൾ ഒരു പക്ഷേ ഉണ്ടാകും, ശബ്ദം പൊങ്ങൂല. എന്നാലോ 2 കണ്ണിൽ നിന്ന് ധാരധാരയായി ചൂടുള്ള കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് നമുക്ക് കാണാം. എന്താ കാരണം? ആ ഹുജറത്തു ഷരീഫയുടെ മുമ്പിൽ ഇന്നുമുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞാൻ പോയി, അപ്പോഴും ഉണ്ട്, അത് മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന് ഖബർ ഷരീഫിന്റെ മുകളിൽ എഴുതി വെച്ചത് കാണാം. ഹുജറത്തു ഷരീഫയുടെ മുകളിൽ റസൂലുള്ളാഹിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന റൂമിന്റെ മുകളിൽ എഴുതി വെച്ചത് കാണാം. ഇതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഹരിയായ നിസ്കാരത്തില്, ഉറക്ക നിസ്കരിക്കുന്ന നിസ്കാരത്തില് നമ്മൾ സാധാരണ 2 റക്അത്തിൽ മാത്രമാണ് ഉറക്ക ഓതാറുള്ളത്. ഫാത്തിഹയും സൂറത്തും ഒക്കെ ഉറക്ക ഓതൽ 2 നിസ്കാരത്തിൽ 2 റക്അത്തിൽ മാത്രം. 3-ാം റക്അത്തിലേക്ക് മഗ്രിബിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പതുക്കെ ഓതുള്ളൂ. പിന്നെ ഫാത്തിഹ പതുക്കെയാണ്. ഇശായിലും അങ്ങനെ തന്നെയാണ്, പതുക്കെയാണ്. 2 റക്അത്തിൽ മാത്രം. ആ 2 നിസ്കാരമല്ലേ ഉള്ളൂ. 2-ലധികം റക്അത്തുള്ള ജഹരിയായ നിസ്കാരം. പിന്നെ ഉള്ളത് സുബഹിയാണ്, അത് 2 റക്അത്തേ ഉള്ളൂ. അപ്പൊ 2-ലധികം ഉണ്ടോ? 3-ാമത്തതിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ മാത്രമേ ഖുർആൻ ഓതൂ. എന്താ ഇതിന്റെ കാരണം? ചില മഹാന്മാർ പറഞ്ഞു, അതിന്റെ സിർറ് മറ്റൊന്നുമല്ല. റസൂലുള്ളാഹി അങ്ങനെ തന്നെ പഠിപ്പിച്ചതിന്റെ പിറകിലുള്ള സിർറ് എന്താണ്? ചിലർ പറഞ്ഞു ആ രഹസ്യം ഇതായിരിക്കാം. അവർ നിഗമനം പറഞ്ഞതാണ്. എന്ത്? 2 റക്അത്ത് പൂർത്തിയായാൽ 1-ാമത്തെ അത്തഹിയ്യാത്ത്, 1-ാമത്തെ അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നു ഹബീബായ നബി തങ്ങളോട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു,
അങ്ങനെയുള്ള ഘട്ടത്തില് അങ്ങനെ ഒരാൾക്ക് റസൂലുള്ളാഹി തങ്ങളോട് നേരിട്ട് സലാം പറയേണ്ട ഒരു ഘട്ടം വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ ഹാജരായ പ്രതീതിയാണ് മുഅ്മിനിന് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഗസാലി ഇമാം പറഞ്ഞത്, അത്തഹിയ്യാത്ത് ഓതുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ മുത്തുനബിയെ ഓർക്കൽ സുന്നത്തുണ്ട്, മുത്തുനബിയെ മനസ്സിൽ ഓർക്കൽ സുന്നത്തുണ്ട്. എന്നാലോ ബഹുമാനം എന്താണെന്ന് അറിയാത്തവര്, ഉണങ്ങിയ വരണ്ട ഈമാനിന്റെ ആദർശത്തിന്റെ വക്താക്കള് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ മുത്തുനബിയെ ഓർക്കുന്നതിനേക്കാളേറെ നല്ലത് തൊഴുത്തിലുള്ള കഴുതയെയോ കാളയെയോ ഓർക്കലാണെന്ന് ലജ്ജയില്ലാതെ എഴുതി വച്ചവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവര് മുട്ടുവരെയുള്ള താടിയുള്ളത് കൊണ്ട് അവർ രക്ഷപ്പെടൂല, തലപ്പാവിന്റെ നീളം കൂടിയത് കൊണ്ട് അവർ രക്ഷപ്പെടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കരിക്കാത്തവരെ നിസ്കരിപ്പിക്കാൻ നടക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടൂല. ബിദ്അത്തുകാര് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് മുത്തുനബിയെ ബഹുമാനിക്കാൻ കഴിയില്ല. ഏതാവട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ മുത്തുനബി ആ സദസ്സിൽ ഹാജരായ പ്രതീതിയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്ക ഓതാൻ കഴിയുന്നില്ല. എന്തേ കാരണം? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നു, അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സന്ദർഭോചിതം അത് ഉണർത്തി എന്ന് മാത്രം. വിഷയത്തിലേക്ക് തന്നെ വരാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ബഹുമാനം കീപ്പ് ചെയ്യണമെന്ന് അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവിയോടും അലിയാരോടുമുള്ള സ്നേഹം അതൊരു വേറിട്ട സ്നേഹമായിരുന്നു. അതൊരു വേറിട്ട സ്നേഹമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പൊന്നുമോളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ അലിയാരും ഫാത്തിമയും എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ എന്നെ കണ്ടപ്പോ നിങ്ങൾ മിണ്ടാട്ടമില്ലാതെയായി, എന്തോ സംസാരിച്ച് ചിരിക്കുകയായിരുന്നല്ലോ, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തു പറ്റി? എന്താണ് നിങ്ങളുടെ രണ്ടാളുടെയും പ്രശ്നം? കുന്തുമാ തൽഹഖാനി ഫലമ്മാ റഅയ്തുമാനി സകത്തുമാ. നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ വന്നപ്പോ എന്തോ പറഞ്ഞു ചിരിക്കുകയാണ്, എന്നെ കണ്ടപ്പോ മിണ്ടാട്ടം പോയി, എന്തു പറ്റി? ഫാത്തിമ, ഫാത്തിമയാണ് രംഗത്തേക്ക് ഇറങ്ങി ആദ്യമായി മറുപടി പറയുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ബി അബി അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഖാല ഹാദാ, മുത്തുനബിയെ ഇദ്ദേഹം പറയാണ്, എന്റെ പുതിയാപ്പിള ഇദ്ദേഹം പറയാണ്, അനാ അഹബ്ബു ഇലാ റസൂലില്ലാഹി മിൻകി, അനാ അഹബ്ബു ഇലാ റസൂലില്ലാഹി മിൻകി. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ പറയാൻ ധൈര്യമുള്ളവരാരാ നമ്മുടെ കൂട്ടത്തില്? നമ്മളെ ഭാര്യയോട് പറയാണ്, എടി നിന്നേക്കാളേറെ നിന്റെ വാപ്പാക്ക് എന്നോടാ ഇഷ്ടം എന്ന് പറയാൻ, നിന്നേക്കാളേറെ എന്നോടാണ് നിന്റെ വാപ്പാക്ക് ഇഷ്ടം എന്ന് പറയാൻ. കാരണം എപ്പോഴും വാപ്പ സ്നേഹിക്കുന്നത് കൂടുതൽ മകളെ ആയിരിക്കും, അല്ലെ? ആ മകളെ സ്നേഹിക്കുന്നത് കൊണ്ട് പുതിയാപ്പിളയെ സ്നേഹിക്കാന്നേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല. അതുകൊണ്ടാണ് പറയുന്നത്, അലിയാര് ഫാത്തിമയോട് തമാശയായിട്ട് ഫാത്തിമയെ ഒന്ന്, അങ്ങനെ ഉണ്ടല്ലോ, തമാശയിലൊന്ന് ചൊടിപ്പിക്കുക. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സ്വാഭാവികമാണ്. വെറുതെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, നിന്നേക്കാളേറെ റസൂലുള്ളാഹിക്ക് ഇഷ്ടം എന്നോടാണ്. അപ്പം ഫഖുൽതു, മുത്തുമോള് പൊന്നുമോള് ഫാത്തിമ പറയാണ്, ഉടനെ ഞാൻ പറഞ്ഞു, ഉപ്പ ബൽ അനാ അഹബ്ബു ഇലൈഹി മിൻക, അല്ല നിങ്ങളെക്കാളേറെ എന്നോട് എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി ചിരിച്ചു, മുത്തുനബി ചിരിച്ചു. എന്നിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ മറുപടി പറഞ്ഞു, രണ്ടാളും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഫാത്തിമ, അലിയേക്കാളേറെ എനിക്കിഷ്ടം നിന്നോടാണ്. അലി, ഫാത്തിമയെക്കാളേറെ എനിക്ക് വേണ്ടപ്പെട്ടത് നീയാണ് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മകളുടെ അഭിരുചി എന്താണ്?
അത് ശരിക്ക് കീപ്പ് ചെയ്തിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. മകളുടെ വികാരം അത് ശരിക്ക് കീപ്പ് ചെയ്തിരുന്നു. എന്താണ്? ദുഃഖവും സങ്കടവും ഇത്തരത്തിലുള്ള മകളുടെ വികാരങ്ങൾ അത് ശരിക്ക് കീപ്പ് ചെയ്തിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട അലിയാർ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരു ആൺകുട്ടിയാ. എല്ലാം തികഞ്ഞ ഒരു ആൺകുട്ടിയാ. അലി എന്ന ആൺകുട്ടി ഇല്ലെങ്കിൽ ഫാത്തിമയെ കെട്ടിക്കാൻ കുഫുവത്തെ ഒരു മനുഷ്യനെ കിട്ടൂല എന്ന് പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സീറ കിതാബ് ഇങ്ങനെ വായിച്ചപ്പോൾ അത് കണ്ടു. ഹദീസിന്റെ കിതാബുകളിൽ കണ്ടു കിട്ടിയിട്ടില്ല. ലൗല അലിയുൻ ലമാ വജത്തു ലഹാ കുഫുവാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഹദീസിന്റെ കിതാബുകൾ പരതിയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ധൈര്യപ്പെട്ടു പറയാത്തത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ അർത്ഥത്തിലും സമ്പൂർണനാണ് എന്ന് വിലയിരുത്തിയിട്ടുള്ള ആളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറന്നു പോകണ്ട, അലി ഇബ്നു അബീ താലിബ് ഈ എല്ലാം തികഞ്ഞ ആൺകുട്ടിയെ കൊണ്ട് എല്ലാവർക്കും ബഹുഭാര്യത്വമുള്ളത് കൊണ്ട് ഈ അലിയാരെ കൊണ്ടും 2, 3, 4 കല്യാണാലോചന വരിക എന്നത് സ്വാഭാവികം മാത്രം. സ്വാഭാവികം മാത്രം. സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അസ്മാ ബിൻതു ഉമൈസിനെ ഒരു കെട്ട് പറഞ്ഞു. അസ്മാ ബിൻതു ഉമൈസിനെ കല്യാണം കഴിച്ചൂടെ എന്നുള്ള ഒരു ആലോചന ഇങ്ങനെ നടന്നു. അലിയാരോട് ഇങ്ങനെ ഒരു അന്വേഷണം വരുന്നുണ്ട്, ഒരു വിവാഹാന്വേഷണം അലിയാർക്ക് വരുന്നുണ്ട് എന്ന വിവരം ആ വിവരം ബീവി ഫാത്തിമ അറിഞ്ഞു. അലിയാരോട് അസ്മാ ബിൻതു ഉമൈസിനെ കെട്ടിക്കാനുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇത് അറിഞ്ഞപ്പോ എന്ത് ചെയ്തു എന്നറിയോ? ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന അസ്മാ മുതസവ്വിജത്തുൻ അലി ഇബ്നു അബീ ത്വാലിബ്. അല്ലാഹുവിന്റെ റസൂലേ, പ്രിയപ്പെട്ട ഉപ്പ അലിയാര് അസ്മാ ബിൻതു ഉമൈസ്, ഉമൈസിന്റെ മകൾ അസ്മാ, അവരെ അലി ഇബ്നു അബീ ത്വാലിബിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, വിവാഹാലോചന നടക്കുന്നുണ്ട്. ഉടനെ മുത്തുനബി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വേദനയോടുകൂടെ ഫാത്തിമ ഇത് പറഞ്ഞു. എന്താ കാരണം? അലിയാർ വേറൊരു കല്യാണം കഴിക്കുന്നത് ഫാത്തിമക്ക് സഹിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോഴേക്ക് മുത്തുനബി പറഞ്ഞതെന്താ? മാ കാന ലഹാ അൻ തുഅദി അല്ലാഹ വറസൂലഹു, മാ കാന ലഹാ അൻ തുഅദി അല്ലാഹ വറസൂലഹു. അസ്മക്ക് അള്ളാനെയും അവന്റെ റസൂലിനെയും വിഷമിപ്പിക്കുന്നത് നല്ലതിനല്ലല്ലോ. കണ്ടോ മറുപടി? അസ്മക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വിഷമിപ്പിക്കാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല. അത് ഖുർആനിന്റെ ആഹ്വാനമാണ്. ഖുർആനിന്റെ ആഹ്വാനമാണ്. അതെവിടെ, ഏത് കാര്യത്തിൽ വിഷമിപ്പിക്കാൻ പാടില്ല എന്നായി പറഞ്ഞത്? ഏത് കാര്യത്തിലും വിഷമിപ്പിക്കാൻ പാടില്ല. പണ്ഡിതന്മാരുടെ പക്ഷം ഹത്താ ഫിൽ ഹലാൽ, ഹലാലായ കാര്യങ്ങളിൽ പോലും മുത്തുനബിയെ വിഷമിപ്പിക്കാൻ പാടില്ല. ഹലാലല്ലേ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. മുത്തുനബിയെ വിഷമിപ്പിച്ചാൽ അള്ളാഹു ഇടപെടും. അള്ളാഹു ഇടപെടും. എത്ര ചെറിയ കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യം ചെയ്യുന്നതിനെ എത്ര ഗൗരവത്തിലാണ് ഖുർആൻ കാണുന്നത്. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. തീർച്ചയായിട്ടും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ശല്യം ചെയ്യുന്നവർ, ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹ് പറഞ്ഞതാണ്. ഇന്നലെ ഞാൻ ഓതിയ ആയത്ത് സൂറത്തുൽ അഹ്സാബിലുള്ളതാണ്. ഇന്നിവിടെ ഓതിയ ആയത്തും സൂറത്തുൽ അഹ്സാബിലുള്ളതാണ്. ഇപ്പോൾ ഓതിയതും സൂറത്തുൽ അഹ്സാബിലുള്ളതാണ്. എന്താ സൂറത്തുൽ അഹ്സാബിന്റെ പ്രത്യേകത? ഒരുപാട് ആദാബുകൾ എണ്ണി എണ്ണി പറയുന്ന അധ്യായമാണ് സൂറത്തുൽ അഹ്സാബ്. ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം, പ്രത്യേകിച്ച് തിരുനബി കുടുംബത്തോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു നല്ല അധ്യായമാണ് സൂറത്തുൽ അഹ്സാബ്. ധാരാളം ഉണ്ട് പറയാൻ. ആ കൂട്ടത്തിൽ പറഞ്ഞു, അല്ലാഹുവിനെ റസൂലിനെ ശല്യം ചെയ്യുന്നവരല്ല അനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അവരെ ശപിച്ചിരിക്കുന്നു.
ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നുണ്ട്? വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു എന്ന് പറഞ്ഞിട്ട് വേറെ വരുന്നുണ്ട്. മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും വിഷമിപ്പിക്കുന്നവർ, ശല്യം ചെയ്യുന്നവർ, ബിഗൈരി മക്തസബു അവർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്യുന്നവർ. മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അവർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്യാന്ന് പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുക. ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ച് മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയൊക്കെ ശല്യം ചെയ്യുന്നവർക്കും നരകമുണ്ട്, ശിക്ഷയുണ്ട് എന്ന് പറയാണ്. ശേഷം തൊട്ടടുത്ത ആയത്ത് തന്നെയാണ്. ആദ്യം അള്ളാഹിനെയും റസൂലിനെയും പറ്റി പറഞ്ഞതിന്റെ ശേഷം പക്ഷെ അള്ളാഹുവിനെയും റസൂലിനെയും പറ്റി പറഞ്ഞപ്പോ ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു ബിഗൈരി മക്തസബാ എന്ന് പറഞ്ഞില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബിഗൈരി മക്തസബ, അവർ രണ്ടാളും ചെയ്യാത്തതിന്റെ പേരിൽ ശല്യം ചെയ്താൽ എന്ന് പറഞ്ഞില്ല. അതേസമയം മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഇല്ലാത്തത് പറഞ്ഞു വിഷമിപ്പിച്ചാൽ, ചെയ്യാത്തതിന്റെ പേരിൽ അവരെ ശല്യം ചെയ്താൽ എന്നാണ് പറഞ്ഞത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? അതാണ് റസൂലുള്ളാഹി, അല്ലാഹുവും അവന്റെ റസൂലും. അവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമല്ല, നിരുപാധികം പറയേണ്ടതാണ്. അവിടെ ഉപാധികളൊന്നുമില്ല, ഖൈദൊന്നുമില്ല. അതൊന്നുമില്ല. ചെയ്തതും ചെയ്യാത്തതും ഒന്നും അവിടെ ചർച്ചയ്ക്കില്ല. അള്ളാനെയും റസൂലിനെയും ശല്യം ചെയ്യാൻ പാടില്ല. ഏതു വിഷയത്തിൽ? ഒന്നിലും പാടില്ല. ഒരു വിഷയത്തിലും പാടില്ല അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ശല്യം ചെയ്യാൻ. അവരെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചോളണം. ഇത് മുഅ്മിനീങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഴുവൻ ബിദ്അത്തുകാരും അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും. കാരണം എന്താ? അവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മുത്തുനബിയെ ശല്യം ചെയ്യും. ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു ഒരിടത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹിനെയും റസൂലിനെയും ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കളെ വെച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ എനിക്ക് അത്ര പൊള്ളൂല. നേരെ മറിച്ച് എന്റെ വാപ്പാനെ പറഞ്ഞാൽ എന്റെ രക്തം തിളക്കും. അല്ലെ? അത് ഏതൊരാളുടെയും സ്വഭാവം അങ്ങനെയാണ്. വാപ്പാനെ പറഞ്ഞ അവൻ എന്റെ വാപ്പാനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എണീക്കല്ലേ. അത് മരിച്ചുപോയ വാപ്പയാണെങ്കിലോ പറയും വേണ്ട. എന്നാ പിന്നെ മരിച്ചുപോയ അമ്മാനും വാപ്പാനും ഈ കോലത്തിൽ പറഞ്ഞിട്ട് നരകാവകാശിയാണ്, മുശ്രിക്കത്താണ്, മുശ്രിക്കാണ് എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വൽ വന്നാൽ അവര് പ്രസംഗിച്ച് നടക്കുക. അള്ളാന്റെ റസൂൽ ഇത് സഹിക്കോ? ഇതാണ് മുത്തുനബിക്ക് തീരെ സഹിക്കാത്തത്. അതിലേറെ വലിയ ഒരു ആക്രമണം വേറെ ഇല്ല മുത്തുനബിക്ക് നേരെ. റബീഉൽ അവ്വൽക്ക് വിദ്യാർത്ഥികാരുടെ പ്രധാന പ്രഭാഷണം അതാണ്. ആമിന ബീവി നരകത്തിലാണ്. കാര്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമ്മയും പൊന്നുപ്പയും ഒക്കെ നരകത്തിലാണ്. എന്താണാവോ ഈ സാധുക്കൾക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ലാഭം? അല്ലാഹു അലം. എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാപ്പിളമാരെന്ന് പറയാൻ കഴിയുന്നത്? വല്ലാത്തൊരു വിഷമമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ. ചിന്തിക്കണം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, മോള് വന്ന് പുതിയാപ്പിള വേറെ കല്യാണം കഴിക്കാന്, പുതിയാപ്പിളക്ക് വേറെ കെട്ടാലോചനകൾ വരുന്നുണ്ട്, നാട്ടുകാരൊക്കെ പലരും പിന്നാലെ കൂടുന്നുണ്ട് കല്യാണം കഴിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോഴേക്ക്, അസ്മാ ബീവിയാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു, മാ കാന ലഹാ അൻ തുദിയല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വിഷമിപ്പിക്കരുത്. വിഷമിപ്പിക്കുന്നത് അസ്മക്ക് ചന്തവ്യമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് മറ്റൊരു തത്തിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരിക എന്നതിലേറെ വലിയ ഒരു വിഷമം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മറ്റൊന്ന് വരാനില്ല. എന്നാ പിന്നെ അലിയാരോട് ഇവർ അന്വേഷിച്ചില്ലേ? അലിയാര് അറുത്ത് മുറിച്ച് അത് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്രത്തില് ചില ആളുകൾ അലിയാരെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. തന്റെ കണക്ക് കൂട്ടൽ അനുസരിച്ച്, തന്റെ നിഗമനം അനുസരിച്ച് ഇതിന് കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? ഹലാലായ ഒരു കാര്യമാണ് ഇവർ ഈ അന്വേഷിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹലാലാണ്. മാത്രമല്ല, ഇനി ഫാത്തിമാക്കും ഈ കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടാകുന്ന അലിയാർ കാണുന്നില്ല. എന്താ കാരണം? ഫാത്തിമ വന്നിരിക്കുന്നത് ധാരാളം ബറായിറുകൾ ഉള്ള ഒരു വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിമാക്കും മാനസികമായി ഇതിലൊരു വിഷമം ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ടില്ല.
ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ ബിൻതു സാദുർ റക്ബ് റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്വന്തം ഉപ്പയുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവമുണ്ട്. ഹലാലായ ഒരു കാര്യത്തിനാണ് മുതിരുന്നത്. അതുകൊണ്ട് വാപ്പാക്കും മോൾക്കോ ഒന്നും ഇതിൽ എതിർപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ സംഭവത്തോടു കൂടെയാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നതോടുകൂടി അലിയാരുടെ നിലപാട് എന്തായി? അതാ നമ്മൾ പരിശോധിക്കേണ്ടത്. ആദ്യം ഈ വിഷയത്തിൽ മറ്റുള്ളവർ അന്വേഷിച്ചപ്പോ അത് അറുത്തു മുറിച്ച് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. ശരി തന്നെയാണ്. അതിന് കാരണം ഇതാണ്. ഇതൊക്കെ വെച്ച് ആലോചിക്കുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് ആ കാര്യത്തിൽ കാര്യമായി ഒന്നും പറയാനില്ല. എന്നാലോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒന്ന് ഗാഢമായി ആലോചിക്കുകയാണെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിഷമവും ഫാത്തിമ ബീവിയുടെ വിഷമവും ഒക്കെ മനസ്സിലാക്കാനും പറ്റുമായിരുന്നു. എന്താ കാരണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇങ്ങനെ ഒരു മാതൃക ഫാത്തിമക്കുണ്ടെങ്കിൽ തിരിച്ചൊരു മാതൃകയുമുണ്ട്. അതെന്താണ്? അലിയാർക്ക് ഒരു മാതൃക അപ്പുറത്തേക്കും കിട്ടാനുണ്ട്. 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് 50 വയസ്സ് വരെ ജീവിതത്തിന്റെ കാൽ നൂറ്റാണ്ട് കാലം 25 കൊല്ലം വേറെ ഒരു ഭാര്യയെ കുറിച്ചും ആലോചിക്കാതെ എല്ലാവരും 2ഉം 3ഉം 4ഉം 10ഉം ഒക്കെ ഭാര്യമാരുള്ള നാട്ടില് ഒരേ ഒരു ബീവി, അതും തന്നേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ബീവി. എന്നിട്ട് വഫാത്തിന്റെ സമയത്ത് 65 വയസ്സാണ് ബീവി ഖദീജുമ്മക്ക്. അന്ന് 50 വയസ്സുള്ള സയ്യിദുനാ റസൂലുള്ളാഹി ഖദീജ ബീവിയുടെ ശേഷമാണ് മറ്റൊരു കല്യാണത്തെ കുറിച്ച് ആലോചിച്ചത്. അതുവരെ ബഹുഭാര്യത്വത്തെ കുറിച്ച് ആലോചിച്ചില്ല. ബഹുഭാര്യത്വം എന്ന ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം ഈ 50 വയസ്സ് വരെയുള്ള കാലഘട്ടം അല്ലേ? അന്നല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ചെയ്തിട്ടില്ല. 50 വയസ്സ് കഴിഞ്ഞാരെ ചെയ്തു. 50 വയസ്സ് വരെ കൂടെയുള്ളത് 15 വയസ്സ് ഏജ് ഓവറായ ഒരു പെണ്ണുമാണ്. എന്നിട്ടും അതേക്കുറിച്ച് ആലോചിച്ചില്ല. 50 വയസ്സിന് ശേഷം ആലോചിച്ചു. അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച ആ തത്വം ഏതൊരാളും അംഗീകരിക്കേണ്ടി വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശേഷം ബഹുഭാര്യത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? കുറെ വിധവകളെ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രബോധന ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വരുന്ന സമയത്ത്, മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിയും യുക്തിയും ഒക്കെയുള്ള ഒരു ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമേ കന്യകയുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും എല്ലാവരും വിധവകളാണ്. കുറെ വിധവകളെയും മക്കളെയും സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ്, എത്തിമക്കളെയും സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ്. അള്ളാഹു കെട്ടാൻ പറഞ്ഞതുകൊണ്ട് മാത്രം കെട്ടിയതാണ് എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാം. അതിന് മുസ്ലിം ഒന്നും ആവണ്ട. കാരണം 50 വയസ്സ് വരെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഖദീജത്തുൽ കുബ്രയെ മാത്രം സൗജായിട്ട് അംഗീകരിച്ച്, ഭാര്യയായിട്ട്, ഇണയായി, തുണയായി അംഗീകരിച്ച് എല്ലാം തികഞ്ഞ ഒരു പെണ്ണാണെങ്കിൽ ഒന്ന് മതി എന്നതിനും മാതൃക അവിടെ ഉണ്ടല്ലോ അല്ലേ? പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടാവും ഇത് പറഞ്ഞാല് അല്ലേ? ഈ രണ്ടാമത്തത് കെട്ടരുത് എന്ന് പറഞ്ഞാല് നമ്മളെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്കൊക്കെ ഇഷ്ടാവും. പക്ഷെ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാണെന്ന് എന്തായാലും പറയാൻ പറ്റില്ല. കാരണം പെണ്ണുങ്ങളുടെ മോശം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വ്യഭിചരിക്കുന്നത് സമ്മതിക്കും, പക്ഷെ ഭർത്താവ് രണ്ടാമത്തെ ഹലാലായ ഒരു ഭാര്യയെ കല്യാണം കഴിക്കുന്നത് സമ്മതിക്കില്ല. അതും വല്ലാത്തൊരു സംഗതി തന്നെ. അല്ലാതെ ആരും പറയുന്നില്ല 2 കെട്ടണം, 3 കെട്ടണം, 4 കെട്ടണം എന്ന് പറഞ്ഞിട്ട് അതൊരു ഇബാദത്താണ്, നിങ്ങൾ എല്ലാവരും കൂടെ വരൂ എന്ന് പറയുന്നില്ല. അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ ഒക്കുമ്പോഴാണ് കല്യാണം കഴിക്കാം, അനുവദനീയമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ അതിനോട് പ്രതികരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ വന്ന് കയറുന്നു.
മിമ്പറിൽ വന്ന് കയറിയിട്ട് പറഞ്ഞു, ഇത് മറ്റൊരു സന്ദർഭത്തിലാണ്. ഇത് അബൂജഹലിന്റെ മകളെ കല്യാണം ആലോചിക്കുന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെ കല്യാണം ആലോചിക്കുന്ന ഒരു ഘട്ടവും കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബനൂ ഹാഷിമിന്റെ കൂട്ടത്തിൽ നിന്ന് ചിലര് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിയെ കെട്ടിച്ചു കൊടുക്കാനുള്ള തീരുമാനമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ മകൾ ഫാത്തിമയുടെ പുതിയ പിള അലിയാർക്ക് അവരുടെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ എന്നോട് സമ്മതം കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് ചിലർ. അത് രണ്ടാമത്തെ ഒരു കല്യാണാലോചനയായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഫലാ ആദനു ലഹും. കാരണം ആദ്യം പറഞ്ഞത് ആരും അറിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറഞ്ഞതാണ്. എന്നാലേ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ആരും അലിയാരുടെ അടുത്തേക്ക് ഇത്തരം ഒരു അന്വേഷണവുമായിട്ട് കടന്നു വരരുത്. പള്ളിയിലെ മിമ്പറിൽ കയറിയിട്ട് മുത്തുനബി പറയാൻ, ഫലാ ആദനു ലഹും സുമ്മ ലാ ആദനു ലഹും സുമ്മ ലാ ആദനു ലഹും. ഞാൻ സമ്മതം കൊടുക്കൂല, എന്റെ പെർമിഷൻ ഇല്ല, ഞാൻ പെർമിറ്റ് നൽകുന്ന വിഷയമേ ഇല്ല. ഇല്ല അൻ യുരീദ ഇബ്നു അബീ താലിബിൻ അൻ യുതല്ലിഖ ഇബ്നതി വയുൻകിഹ ഇബ്നതഹു. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ അലിയാർക്ക് കെട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അലിയാർ കെട്ടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, നാട്ടുകാരെങ്ങനെ ഒപ്പം കൂടിയപ്പോൾ റസൂലുള്ള പറഞ്ഞു അങ്ങനെ അലിയാർക്ക് കെട്ടണം എന്നുണ്ടെങ്കിൽ വഇന്നി ലസ്തു ഉഹർരിമു ഹലാലൻ വലാ ഉഹല്ലിലു ഹറാമാ. ഞാൻ അല്ലാഹ് ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കൂല, അല്ലാഹ് ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കൂല, ഹറാമാക്കിയത് ഹലാലുമാക്കൂല. അതുകൊണ്ട് കെട്ടാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം വേണം, ഇല്ല അൻ യുതല്ലിഖ ഇബ്നു അബീ താലിബ് ഇബ്നതി. അലി ഇബ്നു അബീ താലിബ് എന്ത് ചെയ്യണം? എന്റെ മോളെ കാര്യം അവസാനിപ്പിച്ചോളണം, അവളെ മൊഴി ചൊല്ലണം, അവളെ മൊഴി ചൊല്ലിയിട്ട് അവരുടെ മകളെ വേണമെങ്കിൽ കല്യാണം കഴിച്ചു കൊള്ളട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം സങ്കുചിതനായി പോകുന്നുണ്ടോ ഇവിടെ എന്ന് തോന്നിപ്പോകും. അത് അടുത്ത പ്രതികരണത്തോടുകൂടെ തിരിയും. റസൂലുള്ളാഹി പറഞ്ഞു, വലാകിൻ വല്ലാഹി, ഞാനൊരു ഹറാമും ഹലാലാക്കാനില്ല, ഹലാലും ഹറാമാക്കാനില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലാകിൻ വല്ലാഹി, പിന്നെന്തുകൊണ്ട് ഫാത്തിമയെ തലാഖ് ചൊല്ലിയിട്ടേ ഞാൻ അനുവദിക്കുള്ളൂ എന്ന് പറയാൻ കാരണം, അല്ലാഹുവാണ് സത്യം. ലാ തജ്തമിഉ ബിന്തു റസൂലില്ലാ വ ബിന്തു അദുവില്ലാ ഫീ ബൈത്തിൻ വാഹിദ്. അല്ലാഹുവിന്റെ ശത്രുവിന്റെ മകളും അല്ലാഹുവിന്റെ റസൂലിന്റെ മകളും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടാൻ തൽക്കാലം അനുവദിക്കൂല. അവിടെയാണ് വിഷയം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചു. കാരണം വേണ്ടി വരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഫാത്തിമത്തു ബുദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്. യർജിബുനി മാ റബഹാ വയുദീനി മാ അദഹാ. ഫാത്തിമാനെ സംശയിപ്പിക്കുന്നത് എന്നെയും സംശയിപ്പിക്കും, ഫാത്തിമയെ ശല്യം ചെയ്യുന്നത് എനിക്കും ശല്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നീട് ഈ കാര്യത്തിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വന്നില്ല. അന്ന് അലിയാർ വീട്ടിൽ ചെന്നിട്ട് ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചിട്ട് പൊരുത്തപ്പെടിച്ചു. പലരും ഇങ്ങനെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനത് മുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അറേബ്യൻ സാഹചര്യത്തിൽ എല്ലാവർക്കും ബഹുഭാരിത്വമുണ്ട്. പക്ഷേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് വിഷമമാണ് എന്നറിഞ്ഞതോടുകൂടി ഇനി ഒരിക്കലും അങ്ങനെ ഒരു പദ്ധതി ഇല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ ഉപ്പ പറഞ്ഞത്? മിമ്പറിൽ നിന്ന് നടത്തിയ പ്രഭാഷണം പറഞ്ഞു കൊടുത്തപ്പോ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു. മകൾക്ക് വേണ്ടി മദീനയിലെ മിമ്പറിൽ നിന്ന് സംസാരിച്ച പൊന്നുപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഈ മകൾക്ക് ഇതൊക്കെ കിട്ടി? ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം ജീവിത സൗഖ്യം പോലും ഉപേക്ഷിച്ച് ജീവിത സുഖം തേടി പോകാതെ അന്നത്തെ കണക്കിൽ 18 വയസ്സ് വരെ കല്യാണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പല ചരിത്രകാരന്മാരും മോശപ്പെടുത്താൻ വേണ്ടി എഴുതിയതുപോലെ വളരെ വളരെ വൈകി കല്യാണം നടന്നു എന്ന് കുറ്റപ്പെടുത്താവുന്ന അവസ്ഥയിലേക്ക് പോലും കല്യാണം വേണ്ട എന്ന് നീട്ടിവെച്ചത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി സയ്യിദുനാ റസൂലുള്ളാഹിക്ക് ഖിദ്മ ചെയ്യാനായിരുന്നു.
ഇത് മറക്കാൻ പറ്റില്ല മുസ്ലിം ഉമ്മത്തിന്. അള്ളാഹുവിന്റെ ഹബീബിന് അത്രയും മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് മുത്തുനബിക്ക് ഫാത്തിമയോടുള്ള സ്നേഹമായിരുന്നു. കഴിഞ്ഞില്ല. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു മഅ റസൂലില്ലാഹ്, ഞാൻ ഒരിക്കൽ മുത്തുനബിയുടെ കൂടെയാണ്. ഇത് അഖ്ബലത്ത് ഫാത്തിമ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയാണ്, ഞാൻ മുത്തുനബിയുടെ കൂടെ നിൽക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു. ഫവഖഫത് ബൈന യദൈഹി, മുത്തുനബിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നപ്പോൾ ഫനദറ ഇലൈഹാ, മുത്തുനബി ഫാത്തിമയുടെ പൂമുഖത്തേക്ക് നോക്കി. വഖദ് ദഹബത് ദമു മിൻ വജ്ഹിഹാ വഗലബത് അലൈഹാ സുഫ്റതു മിൻ ശിദ്ദത്തിൽ ജൂഅ്. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് പോഷകാഹാരങ്ങളൊന്നും കഴിക്കാത്തതിന്റെ പേരില് മുഖത്തുള്ള രക്തമൊക്കെ വറ്റി, മുഖത്തുള്ള രക്തമൊക്കെ നഷ്ടപ്പെട്ടിട്ട്, ചോര കളറൊക്കെ നഷ്ടപ്പെട്ടിട്ട്, അതാ മുഖത്ത് സുഫ്രത്ത് വന്നിരിക്കുന്നു, മഞ്ഞ നിറം പ്രത്യക്ഷമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മുഖത്ത് വിളർച്ച അനുഭവപ്പെടുന്നു, മുഖം വിളറി നിൽക്കുന്നു. മുഖത്തൊന്നും രക്തത്തിന്റെ കളറ് കാണുന്നില്ല, മുഖത്തിന്റെ ചുവപ്പ് കളറ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ആ വെളുപ്പിൽ ചുവപ്പ് കലർന്ന കളറ്, അതില് അതാ മുഖത്തുള്ള രക്തത്തിന്റെ കളറൊന്നും, രക്തമയമൊന്നും കാണുന്നില്ല. മുഖമൊക്കെ ആകെ മഞ്ഞളിച്ചിട്ടുണ്ട്, രക്തത്തിന്റെ കളറൊക്കെ അങ്ങ് പോയിട്ട് വിളറിയിട്ടുണ്ട് മുഖം. അത് പട്ടിണി കിടന്നിട്ടാണ്. ഇതങ്ങ് കണ്ടപ്പോഴേക്ക് മുത്തുനബിയുടെ കൽബങ്ങ് പൊട്ടി. എന്റെ പൊന്നുമോള് പടച്ചോനെ. ഹബീബ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടുത്തെ കൈ പൊക്കിയിട്ട് ഹത്താ വളഅഹാ അലാ സ്വദ്രിഹാ ഫീ മൗദിഇൽ ഖിലാദാ ഫവളഅഹാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ വെച്ചു. അലാ സ്വദ്രിഹാ ഫീ മൗദിഇൽ ഖിലാദാ, മാലയുടെ സ്ഥാനത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ വെച്ചിട്ട് വഫറജ ബൈന അസ്വാബിഇ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വിരലുകളൊക്കെ അതാ വിടർത്തി വെച്ചു. എന്നിട്ട് ആ നെഞ്ചത്ത് ആ കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുമ്മ മുശ്ബിഅൽ ജൂഅ, اللهم قاضي الحاجة، اللهم رافع الوضيع، لا تجع فاطمة بنت محمد، اللهم مشبع الجوع. അല്ലാഹുവേ, പട്ടിണി അകറ്റുന്ന റബ്ബേ, പട്ടിണി അകറ്റുന്ന റബ്ബേ. ഫാത്തിമയുടെ നെഞ്ചത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് പൊന്നുപ്പ ദുആ ചെയ്യാണ്, പട്ടിണി അകറ്റുന്ന റബ്ബേ. വഖാളിയൽ ഹാജ, ആവശ്യം വീട്ടുന്ന റബ്ബേ. വറാഫിഅൽ വളിയ, ദുസ്ഥിതി ഉയർത്തിക്കളഞ്ഞ് സുസ്ഥിതി കൊണ്ടുവരുന്ന റബ്ബേ. ലാ തുജിഅ ഫാത്തിമത ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയെ ഇക്കോലത്തിൽ ഇനി പട്ടിണിക്കിടരുത് റബ്ബേ. ലാ തുജിഅ ഫാത്തിമത ബിൻത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹിച്ചു സഹിച്ചു മടുത്തിട്ടുണ്ട്. എന്റെ പൊന്നുമോളുടെ കോലം കണ്ടില്ലേ പടച്ചോനെ, പട്ടിണി അകറ്റുന്ന റബ്ബേ, എല്ലാ ദുസ്ഥിതികളും ദൂരീകരിക്കുന്ന റബ്ബേ. എന്നോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പൊന്നുമോളെ ഇനി നീ പട്ടിണിയിലാക്കരുത്. ഇതുപോലെ പട്ടിണി കിടക്കുന്നത് കണ്ടൂടാ. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ രംഗം ഇങ്ങനെ കാണുകയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയാണ്, ഫറഅയ്തു സുഫ്റത്തൽ ജൂഅ് കദ്ഹബത് അൻ വജ്ഹിഹാ വളഹറ ദമു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരതല സ്പർശനത്തിന്റെ ബറക്കത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരതല സ്പർശനത്തിന്റെ ബറക്കത്താണ്. അവിടുത്തെ കൈവെള്ള വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കദ്ഹബതി സുഫ്റതു മിൻ വജ്ഹിഹാ വളഹറ ദമു. എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ മുഖത്ത് നിന്ന് ആ വിളർച്ച അങ്ങ് മാറി. വിളറിയ മുഖം രക്തമോടി അത് ചുവന്ന് തുടുത്തു. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയാം, സുമ്മ സഅൽതുഹാ ബഅദ്, പിന്നീട് ഒരിക്കൽ ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, എന്താണ് മോളെ അന്ന് ഫാത്തിമ മുത്തുനബി പൊന്നുപ്പ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ദുആ ചെയ്തു തന്നപ്പോ ഞാൻ കണ്ടു, നിങ്ങളുടെ മുഖത്ത് നിന്ന് ആ വിളർച്ച ഉടനെ തന്നെ പോയിട്ട് നല്ല രക്തം നിങ്ങളുടെ മുഖത്തങ്ങ് ഓടിയത് ഞാൻ കണ്ടു.
എന്താണിത്? എന്താണ് ഇതിന്റെ റിസൾട്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക. അതങ്ങ് ചോദിച്ചപ്പോഴേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് പറയാണ്, മാ ജുഅ്തു ബഅദു യാ ഇമ്രാൻ, ഇമ്രാനെ അതിനുശേഷം ഇന്നുവരെ പിന്നീട് ഞാൻ വിഷപ്പെന്താണെന്ന് അനുഭവിച്ചിട്ടില്ല. കണ്ട നിങ്ങള്, വാപ്പ അന്ന് അങ്ങനെ ദുആ ചെയ്ത് എന്റെ നെഞ്ചത്ത് കൈവച്ച് ദുആ ചെയ്ത് തന്നതിന്റെ ശേഷം പിന്നെ ഞാൻ വിശപ്പെന്താന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇമാം ബൈഹഖി, ഇമാം ത്വബറാനി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ വികാരങ്ങളെ കീപ്പ് ചെയ്തിരുന്നു. കണ്ട നിങ്ങൾ, പട്ടിണി, വിഷമം, ദുഃഖം, സന്തോഷം, എല്ലാറ്റിലും അല്ലാഹുവിന്റെ ഹബീബ് ഒപ്പം നിൽക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധി കൂർമ്മത. ഇത് പറയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഫാത്തിമ ബീവിയുടെ ബുദ്ധി, കുശാഗ്ര ബുദ്ധിശാലിയായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. വഅൻ അലി റളിയല്ലാഹു അൻഹു, അലിയാര് പറയാണ്, ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രശ്നം ഇട്ടു തന്നു. ഉത്തരം കാണണം. ഒരു ചോദ്യം എറിഞ്ഞു തന്നു. ആ ചോദ്യത്തിന് ആൻസർ പറയണം. ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് നൽകി. എന്തായിരുന്നു അത്? അയ്യു ഷൈഇൻ ഖൈറുൽ ലിൽ മർഅ, അയ്യു ഷൈഇൻ ഖൈറുൽ ലിൽ മർഅ, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായത് എന്താണ്? ഫസക്കത്തു. സഹാബത്ത് മുഴുവനും മൗനം ദീക്ഷിച്ചു. ആർക്കൊന്നും പറയാനില്ല. ഒറ്റ വാക്കേ പറയാൻ അനുവാദമുള്ളൂ. ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ആർക്കും എന്താ ഇതിന് ഉത്തരം പറയാം? പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹൈർ എന്താണ്? എന്തൊക്കെ മറുപടി പറയാതിന്? എന്താ അടഞ്ഞ ഒരു മറുപടി? ഫിറ്റായ 100% ഫിറ്റായ ഒരു മറുപടി എന്താ പറയാ? ആലോചിച്ച് എല്ലാവരും മിണ്ടാതെ അങ്ങനെ നിന്നു. അലിയാര് പറയാണ്, ഞാനും ആ കൂട്ടത്തിൽ മിണ്ടാതിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോ ഞാൻ ഫാത്തിമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഇന്നിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങളോട്, അയ്യുൻ ഷൈഇൻ ഖൈറുൻ ലിൽ മർഅ, പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഖൈറായ സംഗതി എന്താണ്? ഏറ്റവും നല്ല സംഗതി എന്താണ്? ഞങ്ങൾക്ക് ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ പറഞ്ഞൂടായിരുന്നോ മറുപടി? ലാ യറാഹുന്നർ റിജാൽ, ലാ യറാഹുന്നർ റിജാൽ. അതേ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈർ എന്താന്ന് ചോദിച്ചാൽ ലാ യറാഹുന്നർ റിജാൽ, അന്യ പുരുഷന്മാർ അവരെ കാണാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ഖൈർ. മറക്കകത്തിരിക്കലാണ് പെണ്ണിനെന്നും ഖൈർ. ഇതിന്റെ പേരിലാണെന്ന് നമ്മളെ നാട്ടിലെ ഒച്ചപ്പാട്. നോക്ക് നിങ്ങൾ, പെണ്ണിനെ അങ്ങാടിയിലേക്ക് വലിച്ചിറക്കണം എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എല്ലാ സ്ഥാനത്തും പെണ്ണിനെ എത്തിച്ചോളണം എന്നാ പറയുന്നത്. നമ്മൾ പറഞ്ഞു പെണ്ണിന്റെ പണിയെടുക്കട്ടെ, ആണിന്റെ പണിയെടുക്കട്ടെ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഇതിനു വേണ്ടി ഒച്ച വെക്കാൻ ആരൊക്കെ? കാര്യത്തിന്റെ കഥയറിയാതെ തുള്ളിക്കൊണ്ടിരിക്കുന്ന പലരും രാഷ്ട്രീയ മേലാളന്മാരാ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സമൂഹത്തിനകത്ത് നിന്ന് മുസ്ലിം പേരുള്ളവർ പോലും, എല്ലാ മുസ്ലിം സംഘടനകളും അൽഹംദുലില്ലാഹ് ഏകദേശം ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ പറഞ്ഞത് അത്രയും ഉദാത്തമായ ഒരു വിഷയമാണ്. പെണ്ണിന്റെ സ്ഥാനം പരമാവധി ഉയർത്തി ഇസ്ലാം കാണിച്ചത്, അത് അതിന്റെ ബഹുമാനത്തോടെ അവതരിപ്പിക്കുക ഉസ്താദ്. അതാണ് നേരെ തല തിരിച്ചിട്ടിട്ട് ഇത്രയും വഷളാക്കിയത്. പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞപ്പോ അത് നേരെ തലതിരിച്ചിട്ട് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ചിലര് ഹാലിളകി കാന്തപുരം പ്രസ്താവന പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് പറയണം. നമുക്ക് പറയാം, മാപ്പ് പറയാൻ കാന്തപുരം തയ്യാറാണ്. ഈ സമൂഹത്തോട് മാപ്പ് പറയാൻ കാന്തപുരം തയ്യാറാണ്. പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ ഇതാണ് കാന്തപുരം പറഞ്ഞത്. മാധ്യമങ്ങൾ ഇവിടെ എന്ത് പ്രചരിപ്പിച്ചു എന്നത് വേറെ വിഷയം. ഈ പറഞ്ഞതിന് മാപ്പ് പറയാൻ റെഡിയാണ്. പക്ഷെ പറഞ്ഞ ഈ കക്ഷി ഒന്ന് പ്രസവിച്ച് കാണിച്ചാൽ മതി, എന്നാ നമുക്ക് മാപ്പ് പറയാം, അല്ലേ?
ഇപ്പറഞ്ഞയാള് 93-ാമത്തെ വയസ്സിലാണെങ്കിൽ ഒന്ന് പ്രസവിച്ച് കാണിക്കുക, എങ്കിൽ നമുക്ക് പറയാം കാന്തപുരം മാപ്പ് പറയാം. എന്താണിത്? കാര്യത്തിന്റെ കഥയറിയാതെ തുള്ളാൻ പാടില്ല. അപ്പോഴേ ആ വെല്ലുവിളി സ്ഥാനത്താവും. എന്ത് മനസ്സിലാക്കിക്കൊണ്ടായി പറഞ്ഞത്? മാതൃത്വത്തെ പോലും അപമാനിച്ചു എന്നാ പറഞ്ഞത്. ഇത് ദീനിന്റെ കാര്യമാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അത് ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ദീനിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് മുസ്ലിമീങ്ങൾ എല്ലാവരും ഒത്തു പറയുന്നു, സംഗതി ശരി തന്നെയാണ്. പക്ഷെ അതിൽ മുസ്ലിം നാമധാരികൾ ചിലർ അതിൽ ഇടപെടുമ്പോ വിഷമമുണ്ട് അല്ലെ. ഇടപെടാൻ പാടില്ലാത്തവര് മുസ്ലിം നാമധാരികള് തീർത്തും ഖുർആനും സുന്നത്തും പറഞ്ഞ ഈ ആശയം പറഞ്ഞപ്പോ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ, ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞത് എന്റെ പ്രഭാഷണത്തിൽ ഞാൻ ആരുടെയും പേരെടുത്ത് പറയാറില്ല, വിമർശിക്കാറില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്, തിന്മകളെ വിമർശിക്കലാണ്. തിന്മയുടെ വക്താക്കളെ പേരെടുത്ത് വിമർശിക്കുന്ന സ്വഭാവമല്ല. അദ്ദേഹത്തിന്റെ വാപ്പ ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടറോട് അന്ന് ശംസുൽ-ഉലമ പറഞ്ഞിരുന്നു, ഡോക്ടർമാർ മലത്തിലെ കൃമി എണ്ണിയാൽ മതി, ദീൻ പറയാൻ പണ്ഡിതരുണ്ട് ഇവിടെ. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. മതത്തെപ്പറ്റി പഠിച്ചവർ ദീൻ പറയട്ടെ, ഇത് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറയുന്നു, ഒരു പെണ്ണിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ആ പെണ്ണ് പരസ്യമായ രംഗപ്രവേശം ചെയ്യാതിരിക്കലാണ്. അതിന് കുറെ ആലോചിക്കേണ്ടതുണ്ടോ? ഒരു പെണ്ണിന് ഏറ്റവും ഖൈറായ മാർഗം അതാണ്. ഏറ്റവും ഖൈറായ മാർഗം അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാ കമലാ സുറയ്യ ഇസ്ലാമിലേക്ക് വന്നപ്പോ കമലാ സുറയ്യയുടെ വേഷവിധാനത്തെ കുറ്റപ്പെടുത്തിയപ്പോ പറഞ്ഞത്, നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ശരി, യാഥാസ്ഥിക എന്ന് വിളിച്ചാലും പിന്തിരിപ്പ എന്ന് വിളിച്ചാലും എനിക്കൊരു വിഷയവുമില്ല. ഈ വേഷം ഞാൻ അഭിമാനമായി കാണുന്നു. ഇത് സ്ത്രീകളുടെ സേഫ്റ്റിക്ക് ആവശ്യമാണ്. സ്ത്രീകൾ പർദ്ദക്കകത്ത് സേഫാണ്, സുരക്ഷിതയാണ് എന്നുറക്കെ പറഞ്ഞു കമലാ സുറയ്യ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറക്കാൻ പറ്റില്ല. കാരണം എന്താ? തലച്ചോറുള്ളവർ അങ്ങനെയാണ് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയും ഈ പറഞ്ഞത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. അത് പഞ്ചായത്ത് ഭരിക്കലല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾ നടത്തലല്ല, ഒന്നും ആലോചിക്കണ്ട. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈറായത് ഏതിയാ? പൊതുരംഗപ്രവേശം ചെയ്യാതിരിക്കലാണ്. ലാ യറാഹുന്ന റിജാൽ, ലാ യറാഹുന്ന റിജാൽ. അതാണ് പെണ്ണിന് ഏറ്റവും നല്ലത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ പെണ്ണിന്റെ സൗന്ദര്യം ഇതായതുകൊണ്ടാണ് സ്വർഗത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ പറയുന്നിടത്ത് നമ്മൾ സാധാരണ നമുക്ക് കാണാൻ പറ്റും, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. തമ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട തരുണികളുണ്ട് അവിടെ. പെണ്ണിന്റെ സൗന്ദര്യമാണ് ഹിജാബിനകത്തിരിക്കുക എന്നുള്ളത്. അത് അവരുടെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ, അല്ലാതെ സ്വർഗത്തിലെ സ്ത്രീകളുടെ മഹത്വം പറയുമ്പോൾ ഏതാണ് ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞിട്ട് അപകീർത്തിപ്പെടുത്താനല്ല അത് പറഞ്ഞത്, ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സൂറത്തുർ റഹ്മാനിലായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. പെണ്ണാരാന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, പെണ്ണിന്റെ വില എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പെണ്ണ് പുറത്തിറങ്ങിയതിന്റെ അനന്തര ഫലം അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഭരണാധികാരികൾ നാറുന്നു അല്ലേ, എല്ലാവരും നാറുന്നു. എന്തോ ഒരു കഷ്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത്, പെണ്ണ് പുറത്തിറങ്ങിയ ആ ശല്യാണ്. അതിന് ഇന്ന ആള് എന്നൊന്നുമില്ല, ആരായാലും വിഷമാണ്. പെണ്ണ് പുറത്തിറങ്ങാതിരിക്കലാണ് ഏറ്റവും ഖൈറ്. ഈ വിവരം ഞാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളയോട് ചെന്ന് പറഞ്ഞു. അലിയാര് പറയാണ്, നബിയേ, അന്ന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ പ്രശ്നത്തിന്റെ ഉത്തരം, ആ പ്രശ്നത്തിന് ഉത്തരം പറയാൻ അങ്ങയുടെ മോള് ഫാത്തിമ തയ്യാറായിട്ടുണ്ട്. ഫാത്തിമ പറഞ്ഞ ആൻസർ ഞാൻ ഈ സദസ്സിൽ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പെണ്ണിനേറെ ഖൈറായത് ലാ യറാഹുന്ന റിജാൽ, അവളെ ഒരാണുങ്ങളും കാണാതിരിക്കലാണ് എന്നാ ഫാത്തിമ പറഞ്ഞത്.
ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമതു ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കുട്ടി തന്നെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, ഫാത്തിമ എന്റെ കുട്ടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉത്തരം. കൃത്യമായ ഉത്തരം അതാണ്. നോക്കൂ നിങ്ങള്, എത്ര അത്ഭുതകരമാണ് ഫാത്തിമ ബീവിയുടെ ബുദ്ധി കൂർമ്മത. ഈ പറഞ്ഞ സംഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. മാത്രമല്ല, എന്ത് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉടനടി അത് മറുപടി. കാര്യത്തിലാണെങ്കിൽ കാര്യത്തിൽ, തമാശയിലാണെങ്കിൽ തമാശയില്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അലി ഇബ്നു അബീ താലിബ് ഒരു തമാശ പറഞ്ഞു. ഒരു വരി പദ്യം. എന്തായിരുന്നു ആ തമാശ? ഇന്നന്നിസാഅ ശയാത്വീനുൻ ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്വീനി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പാടിയത് മഖ്ദൂം തങ്ങളുടെ തഫ്സീറുൽ വാഇദീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം ഈ സംഭവം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടുക. എന്താ പാടിയത്? ഇന്നന്നിസാഅ ശയാത്വീനുൻ ഖുലിഖ്ന ലനാ. അവിടുന്ന് പാടി. വെറുതെ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയും ഭർത്താവും ആവുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, അത് ഒരു സ്നേഹ സംവാദം എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ ചൊടിപ്പിക്കാൻ വേണ്ടി ഫാത്തിമ ബീവിയോട് അലിയാര് പറഞ്ഞതാ, ഇന്നന്നിസാഅ ശയാത്വീനുൻ, പെണ്ണുങ്ങള് എന്ന് പറഞ്ഞാൽ ശയാത്വീനു, അവരൊരു കൊസ്രാകൊള്ളികളാണ്. പെണ്ണുങ്ങള് എന്ന് പറഞ്ഞാൽ കൊസ്രാകൊള്ളികളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഭാഷയായിരിക്കും ആ ശയാത്വീൻ അർത്ഥം പറയാൻ നല്ലത്. ഇന്നന്നിസാഅ ശയാത്വീനു. വൈക്കം മുഹമ്മദ് ബഷീർ പെണ്ണുങ്ങളെ കൊസ്രാകൊള്ളികൾ എന്നാ വിളിക്കല്. കാരണം അവരുടെ ആ വികൃതികളും എല്ലാം അതിൽ പെട്ടു ആ കൊസ്രാകൊള്ളി എന്ന് പറഞ്ഞ വാക്കിൽ. ഇന്നന്നിസാഅ ശയാത്വീനുൻ, പെണ്ണുങ്ങള് എന്ന് പറഞ്ഞാൽ മഹാ കൊസ്രാകൊള്ളികളാണ്. ഖുലിഖ്ന ലനാ, ഞങ്ങളാകുന്ന പുരുഷന്മാർക്ക് വേണ്ടി പടച്ചതാണ് അവരെ. ഞങ്ങളാകുന്ന പുരുഷന്മാർക്ക് വേണ്ടി പടച്ചു വെച്ച കൊസ്രാകൊള്ളികളാണ് പെണ്ണുങ്ങള്. നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്വീനീൻ. ഈ കൊസ്രാകൊള്ളികളുടെ ഷർറിനെ തൊട്ട്, വിപത്തിനെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടുന്നു. വെറുതെ പറഞ്ഞതാ, പറഞ്ഞപ്പോഴേക്ക് കിട്ടി. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ പാടി, ഇന്നന്നിസാഅ റയാഹീനുൻ ഖുലിഖ്ന ലക്കും വകുല്ലുകും മസ്തഹി ശമ്മർ റയാഹീനി. അലി ഇബ്നു അബീ താലിബ് തലയങ്ങ് താഴ്ത്തി. കാരണം അല്ലാതെ നിർവാഹമില്ല. ആ രൂപത്തിലാണ് മറുപടി കൊടുത്തത്. സംഗതിയൊക്കെ ശരിയാ. അത് ഖണ്ഡിക്കാനൊന്നും വന്നില്ല. ഒരു മഹിളാ സംഘടനകളും അന്ന് രംഗത്തിറങ്ങിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അപ്പറഞ്ഞത് ശരിയാന്നാണ് വെച്ചു കൊടുത്തുകൊണ്ട്. കാരണം പെണ്ണുങ്ങളാകുമ്പോ കുറച്ച് കുശുമ്പും കുറുമ്പും ഒക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പൊ അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനൊന്നും കഴിയൂല. അപ്പോ അതിന്റെ മുകളിൽ മറ്റൊന്ന് പറഞ്ഞിട്ട് അലിയാരെ തള്ളിയിടാനുള്ള ശ്രമമാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി, പക്ഷേ മറ്റൊരു പക്ഷം പറയാനുണ്ട്, മറ്റൊരു പാർട്ട് ഇവിടെ പറയാനുണ്ട്. മറ്റൊരു പക്ഷം പറയാതിരിക്കാൻ വയ്യ. അതെന്താ? ഇന്നന്നിസാഅ റയാഹീനുൻ, നിങ്ങൾ പെണ്ണുങ്ങൾ ശൈത്താന്മാരാണെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പെണ്ണുങ്ങള് യർജാൻ ചെടികളാണ്. പെണ്ണുങ്ങള് സുഗന്ധം വീശുന്ന യർജാൻ ചെടികളാണവർ. റൈഹാൻ പുഷ്പങ്ങളാണവർ. ഖുലിഖ്ന ലക്കും, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ട കൊസ്രാകൊള്ളികളല്ല, നിങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ട റൈഹാൻ പുഷ്പങ്ങളാണ് പെണ്ണുങ്ങള്. അതുകൊണ്ടല്ലേ വകുല്ലുകും യസ്തഹി ശമ്മർ റയാഹീനി, നിങ്ങളെ കൂട്ടത്തിൽ ഏത് ആൺകുട്ടികളാ ഈ പുഷ്പം ഒന്ന് മണത്തു നോക്കാൻ ആഗ്രഹിക്കാത്തത്? അല്ലേ? ഈ പുഷ്പം മണക്കാനല്ലേ നിങ്ങളൊക്കെ നടക്കുന്നത്? എന്തെങ്കിലും എതിർപ്പ് പറയാൻ പറ്റുമോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്? അല്ലേ? നിങ്ങൾക്ക് പെണ്ണ്, അല്ലെ, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണൊരു വീക്ക്നെസ് ആണ്. അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ടല്ലേ ഈ പുഷ്പം മണക്കാൻ നിങ്ങളിൽ ഓരോരുത്തരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ഞങ്ങൾ ഒന്നാം തരം യർജാൻ പുഷ്പങ്ങളാണ്, റൈഹാൻ പുഷ്പങ്ങളാണ് എന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയുടെ ബുദ്ധി കൂർമ്മത പറയുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അനുസ്മരിച്ചിങ്ങനെ പോയി എന്ന് മാത്രം. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങള് ബീവി ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, പടച്ച റബ്ബിന്റെ പൊരുത്തം, പടച്ച റബ്ബിന്റെ പൊരുത്തം നിന്റെ പൊരുത്തത്തിലാണ്.
അങ്ങനെ പറയണമെങ്കിൽ ആ ബീവിക്ക് എത്ര മഹത്വം ഉണ്ടാവണം. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഫാത്തിമ ബീവിയോട് നേരിട്ട് പറഞ്ഞതാ, ഇന്നല്ലാഹ യഗ്ളബു ലിഗളബികി വയർദാ ലിറിദാകി. നീ കോപിച്ചാൽ റബ്ബ് കോപിക്കും, നീ സ്നേഹിച്ചാലും ഇഷ്ടപ്പെട്ടാലും റബ്ബ് ഇഷ്ടപ്പെടും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊക്കെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി ഫാത്തിമയെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഈ ഫാത്തിമ ഉള്ള കാലത്ത് വേറെ കല്യാണം കഴിക്കാൻ അലിയാര് മുതിരും? ഈ ജാതി ഹദീസുകളൊക്കെ കേട്ടാൽ. കാരണം ഫാത്തിമ വിഷമിച്ചാൽ, ഫാത്തിമക്ക് ദേഷ്യം വന്നാൽ അല്ലാഹ് കോപിക്കും, ഫാത്തിമ തൃപ്തിപ്പെട്ടാൽ അല്ലാഹ് തൃപ്തിപ്പെടും. അപ്പൊ പരമാവധി ഫാത്തിമയുടെ പൊരുത്തവും സന്തോഷവും നേടലായിരിക്കും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്യുക. അതിനുവേണ്ടി ശ്രമം നടത്തുകയായിരിക്കും ചെയ്യുക. അതാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ടുള്ളതും. അല്ലാഹുവിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ കോപവും ഫാത്തിമയുടെ പൊരുത്തത്തിലും കോപത്തിലുമാണെന്ന് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? ആരും ഒന്ന് കൂടെ നിൽക്കാനില്ലാത്ത കാലത്ത്, ഇന്നലെ കേട്ടില്ലേ 1, 2, 3 അനുഭവങ്ങൾ, അത് ചെറിയ അനുഭവങ്ങൾ മാത്രമാണ് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10-13 കൊല്ലത്തോളം കല്യാണം പോലും വേണ്ടാന്ന് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന് പ്രബോധന ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ടോ, അന്ന് ഒപ്പം നിന്നുകൊണ്ട് സമാശ്വാസ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരുനബിക്ക് ഒരു ചെറിയ കൈത്താങ്ങായിട്ട് ഈ കുഞ്ഞുമോളെ ഉള്ളുവായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ഈ കുഞ്ഞുമോളുടെ പൊരുത്തം കാണുമ്പോൾ അല്ലാഹ് പൊരുത്തപ്പെടുന്നത്. ഈ കുഞ്ഞുമോൾക്കൊരു ചെറിയ വിഷമം വന്നാൽ പടച്ച റബ്ബ് അതിൽ കോപിക്കാൻ കാരണം അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഫാത്തിമ ബീവിയെ പറ്റി. ഫാത്തിമ ബീവി സത്യം മാത്രം പറയുന്ന പെണ്ണായിരുന്നു. സത്യം മാത്രം പറയുന്ന പെണ്ണായിരുന്നു. അതിന് വലിയ മഹത്വം ഉണ്ടോ? ഉണ്ട്. സത്യം മാത്രം പറയാന്നുള്ളതിന് വലിയ മഹത്വമുണ്ട്. കാരണം എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തു വീക്ക്നെസ് അവനുണ്ടെങ്കിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വീക്ക്നെസ് ആണ് കളവ് പറയാന്നുള്ളത്. കളവ് പറയാന്നുള്ളത് ഉണ്ടാവാൻ പാടില്ലാത്തൊരു വീക്ക്നെസ് ആണ്. SYS ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. തഖ്വിയയുടെ ഒരു ഭാഗമാണ്. കളവ് പറയാൻ പാടില്ല എന്നുള്ള പാഠം നൽകുകയാണ്. കളവ് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ സത്യം പറയുന്ന പെണ്ണായിരുന്നു. അസ്തഖുന്നാസി ലഹ്ജ. അസ്തഖുന്നാസി ലഹ്ജ. വർത്താനത്തില്, സംസാരത്തില്, മൊഴിയില് സത്യസന്ധയായ പെണ്ണായിരുന്നു. ജനങ്ങളെ കൂട്ടത്തിൽ അത്രമാത്രം സത്യം പറയുന്നവര് റസൂലുള്ളാഹി കഴിച്ച പിന്നെ അത് ഫാത്തിമ ബീവിയാണ് എന്നാണ് ആരുടെ അഭിപ്രായം? ആയിഷ ബീവിയുടെ അഭിപ്രായം. ആയിഷ ബീവി പറഞ്ഞതാണ്, മാ റഅയ്തു അഹദൻ കാന അസ്ദഖ ലഹ്ജതൻ മിൻ ഫാത്തിമത റളിയല്ലാഹു അൻഹാ ഇല്ലാ അൻ യകൂന അല്ലദീ വലദഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ റഅയ്തു അഹദൻ, ഞാൻ ലോകത്തൊരാളെയും കണ്ടിട്ടില്ല, അസ്ദഖ ലഹ്ജ, സത്യം പറയുന്നവരായിട്ട് ഒരാളെയും ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന ആളായിട്ട് മിൻ ഫാത്തിമത, ഫാത്തിമയേക്കാൾ സത്യം പറയുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ഇല്ലാ അൻ യകൂന അല്ലദീ വലദഹാ, ആ ഫാത്തിമക്ക് ജന്മം നൽകിയ ഒരുത്തരല്ലാതെ അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹി കഴിച്ചാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന വ്യക്തി അത് ബീവി ഫാത്തിമയായിരിക്കും. സുബ്ഹാനല്ലാഹ്. കളവ് പറയാന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, അയസ്നിൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, അയസ്നിൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കോ തങ്ങളെ? അയസ്നിൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, നബിയെ മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖദ് യകൂനു ദാക, വഖദ് യകൂനു ദാക, എപ്പോഴെങ്കിലും
ഒരു പ്രത്യേക സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയേക്കാം എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മനുഷ്യൻ വ്യഭിചരിക്കോ എന്ന് ചോദിച്ചപ്പോ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയേക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. തൊട്ടടുത്ത് ഇദ്ദേഹം ചോദിക്കുക, അയസ്രിഖുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, നബിയെ ഒരു വിശ്വാസിയായ മനുഷ്യൻ മോഷ്ടിക്കോ കക്കോ മോഷ്ടിക്കോ എന്ന് ചോദിച്ചു. കളവ് നടത്തുമോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖദ് യകൂനു ദാക്. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെയും സംഭവിച്ചേക്കാം. പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഒരു പക്ഷേ കളവ് നടത്തിയേക്കാം. അപ്പോഴാണ് ഈ സഹാബി ചോദിച്ചത്, അയക്ദിബുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, നബിയേ എന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചേക്കാം, മോഷ്ടിച്ചേക്കാം എന്നൊക്കെ താങ്കൾ പറഞ്ഞ ഈ വിശ്വാസി കളവ് പറയോ തങ്ങളെ? ഖാലല്ല, ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല, വിശ്വാസി കള്ളം പറയൂല, വിശ്വാസി കളവ് പറയൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്? കളവ് പറയുന്നതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ അത് പറഞ്ഞത്. അല്ലാതെ വ്യഭിചാരവും മോഷണവും വളരെ ചെറിയ കേസാണ്, അതൊക്കെ നിരന്തരം ഈ സമൂഹത്തിൽ നിന്ന് സംഭവിക്കാവുന്നതാണ് എന്നല്ല. നബി തങ്ങൾ പറഞ്ഞൊരു ദുർബല നിമിഷത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയേക്കാം, അത്രേ ഉള്ളൂ, പറ്റിപ്പോയേക്കാം. പക്ഷെ അങ്ങനെ പോലും സംഭവിക്കാത്ത കേസാണ് ഏത്? കളവ് പറയാന്നുള്ളത്. പക്ഷെ നമ്മൾ എവിടെ വിളിക്കണം? സദസ്സിനോടാ ഞാൻ ചോദിക്കുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട്, പെങ്ങന്മാരോട്. നമ്മൾ ഒരു ദിവസം എത്ര കളവാ പറയുന്നത്? എത്ര കളവാ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്? എത്ര കളവാ നമ്മൾ ഷെയർ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന സഹോദര സഹോദരിമാരോട് ഞാൻ പറയാണ്, നന്നായി കരുതിക്കോ. പഴയ കാലത്തെ പോലെയല്ല. ഈ ഗീബത്ത്, നമീമത്ത്, കളവ് എന്നൊക്കെ പറഞ്ഞ സംഗതി അനിയന്ത്രിതാണ്. പണ്ടൊക്കെ ഒരു 60 വയസ്സ് 70 വയസ്സ് പ്രായമാകുമ്പോ സുഖമില്ലാതെ മരിക്കാൻ കിടക്കുന്നതിന്റെ മുമ്പ് ഒന്ന് അങ്ങാടിയിൽ ഇറങ്ങി നിന്നാട്ട്, അല്ലെങ്കിൽ അയൽവക്കക്കാര് സുഖമില്ലാതെ കിടക്കുമ്പോൾ നിന്നെ കാണാൻ വരും, അപ്പൊ ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ചാല് പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, വാക്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തീർക്കായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും തീർക്കാൻ പറ്റിയ ഇടപാടല്ല. കാരണം ഒരു ദിവസം എത്ര ഗീബത്തും നമീമത്തും കളവുമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും. ഫേസ്ബുക്ക് വല്ലാത്തൊരു ഫസാദ് ബുക്കാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാട്സപ്പ്, ഇതിലൂടെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ദുഷിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ഗീബത്ത് നമ്മളെ കൈവിരൽ കൊണ്ട് പ്രസ് ചെയ്തതിന്റെ പേരില് എത്ര സ്ഥലത്തെത്തി? നമ്മൾ ഏതോ ഒരു ഗ്രൂപ്പിലേക്ക് എറിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എറിഞ്ഞതായിരിക്കും. അയാൾ 100 കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പിലേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് അതിന്റെ പാസിംഗ് നടന്നിട്ടുണ്ടാവും, അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് അതിന്റെ ഷെയറിംഗ് നടന്നിട്ടുണ്ടാകും. ഇങ്ങനെ എത്ര ആളിലേക്ക് നിന്റെ ഈ പോസ്റ്റ് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ ഷെയർ ചെയ്തത് കാരണമായി എത്ര ആളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടോ, അവരുടെ മുഴുവൻ കുറ്റം പേറേണ്ടി വരും. അതുകൊണ്ട് 100 വട്ടം ആലോചിച്ചിട്ട് വേണം ഞെക്കാൻ. ഇതെനിക്ക് ഹൈറാവോ ഷറാവോ എന്നിട്ട് പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അപകടമാവും. സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക, പടച്ചോനെ ഇതെനിക്ക് ഹൈറാവോ ഷറാവോ. 100 വട്ടം ആലോചിച്ചിട്ട് തൊട്ടാ മതി, അല്ലെങ്കിൽ അപകടമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോഷ്യൽ മീഡിയ ദുഷിച്ചതുപോലെയും ഒന്നും ദുഷിച്ചിട്ടില്ല എന്ന് പറയാം. അങ്ങനെയാണ് കഥയുള്ളത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, കളവ് പറയാൻ പാടില്ല, അതൊരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല. ആയിഷ ബീവി പറയാണ്, ഞാനും ഫാത്തിമയും തമ്മിൽ ഒരു ചെറിയ പിണക്കമുണ്ടായി. പിണക്കെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളെ ഇടയിൽ ഉണ്ടാവുന്നത് പോലെയുള്ള പിണക്കല്ല. ഇത് വാപ്പ കെട്ടിയ ഇളയമയും മക്കളും തമ്മിൽ പിണങ്ങും പോലെ ക്രൂരതയും മറ്റുമൊക്കെ ഉള്ള, ക്രൂരത കാണിച്ചിട്ടുള്ള പിണക്കങ്ങളല്ല, ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ. അതുണ്ടായപ്പോ അള്ളാന്റെ റസൂൽ അതിൽ മദ്യം പറയാൻ വന്നു. എന്താ, നീയും ഫാത്തിമയും തമ്മിൽ എന്തോ ഒരു ചെറിയ വിഷയമുണ്ടല്ലോ, പറഞ്ഞു തീർക്കണം, ആരാടുത്താ തെറ്റ് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി പറയാണ്, ഞാൻ പറഞ്ഞു, സൽഹാ യാ റസൂലല്ലാഹ്, സൽഹാ യാ റസൂലല്ലാഹ്, ഫഇന്നഹാ ലാ തക്ദിബു. എന്ത് ആയിഷ,
ഹെഡ് ചെയ്ത് വന്ന് ആയിഷ സ്വന്തം വിഷയം അവതരിപ്പിക്കല്ല, പിന്നെ നിങ്ങളെ മകളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയില്ലേ, അങ്ങനെയല്ലേ ഇന്നത്തെ പാപ്പട്ടികളമാര് ചെയ്യാ. മക്കള് ചെയ്യാത്തത് പോലും ഇവിടെ പിണങ്ങിയപ്പോ അതിൽ തീർപ്പ് കൽപ്പിക്കാൻ മധ്യസ്ഥം വഹിക്കാൻ നബി തങ്ങൾ വന്നപ്പോ മുത്തുനബിയോട് പറയാണ്, ഞങ്ങളിടയിലുള്ള പ്രശ്നം എന്താ? ആയിഷ ബീവി പറയാൻ, ഫാത്തിമയോട് തന്നെ നിങ്ങൾ അങ്ങ് ചോദിച്ചേക്ക്. കാരണം ഫാത്തിമ പറഞ്ഞത് വിശ്വസിച്ചോ? എന്തുകൊണ്ട് ഞാൻ ഫാത്തിമാനോട് ചോദിച്ചോ എന്ന് പറഞ്ഞ എനിക്ക് പറയണ്ട, ഞാൻ പറയണ്ട, ഫാത്തിമ പറയട്ടെ എന്ന് പറയാൻ കാരണം ഫാത്തിമ കള്ളം പറയൂല തങ്ങളെ. എന്ത് അവര് തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കുള്ളപ്പോഴാ പറയണത്. എന്ത് വിഷയങ്ങൾ ഫാത്തിമാനോട് ചോദിച്ചാൽ മതി, ഫാത്തിമ കള്ളം പറയൂല, ഫാത്തിമ സത്യം പറയുള്ളൂ. അതുകൊണ്ടുള്ളതുപോലെ കിട്ടോ അത് മതി, ഞാൻ പിന്നെ അതിൽ ഇടപെടൂല, ഞാനതിൽ ഇടപെടൂല. നേരെ മറിച്ച് മകള് വാപ്പാനോട് സങ്കടം പറയണേ ഇപ്പുറത്ത് പറയും, പിന്നെ അവള് പച്ച നുണ പറയാ അല്ലേ? പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറ്റി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കേട്ടോ നിങ്ങൾ ഫാത്തിമയോട് ചോദിച്ചോളൂ, ഫാത്തിമ കള്ളം പറയൂല തങ്ങളെ, എനിക്ക് ഫാത്തിമ പറയുന്നതിനനുസരിച്ച് തങ്ങൾ തീരുമാനം പറഞ്ഞു തന്നാൽ മതി. ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇങ്ങനെ പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇനി ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വലിയ മഹദിയായിരുന്നു എന്ന് പറയുമ്പോൾ വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു ബീവി ഫാത്തിമ. ഫാത്തിമ ബീവി വലിയത്തായിരുന്നോ എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഫാത്തിമ ബീവി ഒരു വലിയത്തായിരുന്നോ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയാണോ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയാണോ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയാണോ എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരിൽ നിന്നൊക്കെ കറാമത്തുകൾ പ്രകടമായിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് വന്ന പിൽക്കാലക്കാരായ ഔലിയാക്കളിൽ നിന്ന് വന്നതുപോലെയുള്ള കറാമത്തുകൾ എന്തുകൊണ്ട് വന്നില്ല? അതിന് ബഹുമാനപ്പെട്ട അഖീദയുടെ പണ്ഡിതന്മാർ നമുക്ക് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. ശറഹുൽ അഖായിദ് ഒക്കെ ഓതുന്ന കാലത്ത് ഉസ്താദുമാർ മക്കൾക്ക് ഓതിക്കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അന്ന് കറാമത്തുകൾ കണ്ടിട്ട് വേണ്ട മനുഷ്യന്റെ ഈമാൻ ഉറക്കാൻ മുത്തുനബിയാകുന്ന ആ സൂര്യ തേജസ്സിനെ കണ്ട് ഈമാൻ ഉറച്ചവർക്ക് കറാമത്തുകളുടെ ആവശ്യമില്ല ഈമാനിന്. പക്ഷെ പിൽക്കാലത്ത് ഈമാനിന് ശക്തി കുറഞ്ഞപ്പോ പിന്നെ കറാമത്തുകളുടെ ബലത്തിലാണ് ഈമാൻ നിലനിൽക്കുന്നത് അല്ലെ? അതാണ് ഈ കറാമത്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് കറാമത്തോ കറാമത്തോ അല്ലാത്തതോ ഒന്നും നോട്ടല്ല, അതിൽ ജനങ്ങളാണ്ട് വീഴാണ്. കാരണം അത്ഭുത സംഭവങ്ങൾ കാണുമ്പോ ആളുകൾക്ക് അഖീദ കൂടും, വിശ്വാസം വർദ്ധിക്കും. പക്ഷെ അതില് പലപ്പോഴും വഞ്ചിക്കപ്പെടും ചെയ്യും. അപ്പൊ പിൽക്കാലത്ത് ഈമാനിന് ദൗർബല്യം വന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് താബിഈങ്ങൾ താബിഈങ്ങളുടെ കാലമായപ്പോൾ കറാമത്തുകൾ വർദ്ധിച്ചു. കാരണം ജനങ്ങൾക്ക് ഈമാൻ ഉണ്ടാവണമെങ്കിൽ കറാമത്തുകൾ കൂടുതൽ കാണിക്കണം. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹുവിനൊക്കെ കറാമത്തുകൾ ഉണ്ട്. പക്ഷേ ശേഷം മുഹയ്യിദ്ദീൻ ശൈഖിന് പറയും പോലെ കറാമത്ത് പറയാനുണ്ടാവൂല. അതിന്റെ കാരണം അതാണ് എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കറാമത്ത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരിക്കൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി വരുന്നു. റസൂലുള്ളാഹി അഖാമ അയ്യാമൻ ലം യത്അം തആമൻ ഹത്താ ശഖ അലൈഹി, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചു, പട്ടിണി കിടന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതാഫ ഫീ മനാസിലി അസ്വാജിഹി, നബി തങ്ങളുടെ ബീവിമാരുടെ വീട്ടിലൊക്കെ തവാഫ് ചെയ്തു, ചുറ്റിക്കറങ്ങി എവിടെയെങ്കിലും വല്ലതും കിട്ടുമോ. ഫലം യുസിബ് ഇൻദ വാഹിദത്തിൻ മിൻഹുന്ന ശൈആ, മുത്തുനബിക്ക് ആരടുത്തുനിന്നും ഒന്നും കിട്ടിയില്ല. കാരണം എല്ലാ വീടും ഫഖറിലാണ്, ദാരിദ്ര്യത്തിലാണ്. അങ്ങനെ പിന്നെ പൊന്നുമോൾ അടുത്തു വന്നു. പിന്നെ തൊട്ടടുത്ത് പൊന്നുമോളാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഹാരിസത്ത് ബിൻ നുഅ്മാൻ മാറിക്കൊടുത്ത വീട്ടില് പൊന്നുമോളുണ്ട്, ബീവി ഫാത്തിമയുണ്ട്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നപ്പം പറഞ്ഞു, യാ ബുനയ്യത്തു, എന്റെ കുഞ്ഞുമോളെ, ഹൽ ഇൻദക്കി ഉക്ല, നിന്റെ അടുത്ത് കഴിക്കാൻ വല്ലതും ഉണ്ടോ മോളെ? ഫഇന്നി ജാഇഉൻ, ഉപ്പാക്ക് വിശക്കുന്നുണ്ട്. കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ എടുക്ക, ഉപ്പാക്ക് വിശക്കുന്നുണ്ട്. മോളുടെ മറുപടി ഇല്ല, വല്ലാഹി ഒന്നുമില്ലല്ലോ ഉപ്പാ, ബി അബി അൻത വ ഉമ്മി ഫലമ്മാ ഖറജ മിൻ ഇൻദിഹാ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ അടുത്ത് നിന്ന് ഇറങ്ങി വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് അവിടുന്ന് പോന്ന് അവിടെ ഒന്നുമില്ല.
അങ്ങനെ നിൽക്കുമ്പോഴാണ് ബഅസതി ഇലൈഹാ ജാറത്തുൻ ലഹാ ബിറഗീഫൈനി വഖത്അത്തി ലഹ്ം. എന്താ പറഞ്ഞത്? ഫാത്തിമ ബീവിയുടെ അയൽക്കാരി ഫാത്തിമ ബീവിക്ക് 2 റൊട്ടിയും അല്പം ഇറച്ചി കഷ്ണവും കൊടുത്തയച്ചു. അല്പം മാംസ കഷ്ണവും 2 റൊട്ടിയും കൊടുത്തയച്ചു. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ അയൽക്കാരിയിൽ നിന്ന് അതിങ്ങ് വാങ്ങി. എന്നിട്ട് അത് ഒരു പാത്രത്തിൽ തളികയിലിട്ട് അടച്ചു വെച്ചു. ഒരു പ്ലേറ്റിലിട്ട് അത് മൂടി വെച്ചു. എന്തിനാണിത്? കിട്ടിയ പാടെ ആരെയും കാണാതെ കൊണ്ടുപോയി മൂടി വെച്ചത്. ഖാലത്തു വല്ലാഹി ലഊസിറന്ന ബിഹാദാ അബീ റസൂലല്ലാഹ്. എനിക്ക് വിശപ്പുണ്ട്, എന്റെ കെട്ടിയോന് വിശപ്പുണ്ട്, എന്റെ കുട്ടികൾക്ക് വിശപ്പുണ്ട്. പക്ഷേ അവർക്കൊക്കെ കൊടുക്കുന്നതിന്റെ മുമ്പ്, ഞാൻ തിന്നുന്നതിന്റെ മുമ്പ് ഈ ഭക്ഷണം ഇന്ന് എന്റെ പൊന്നുപ്പ റസൂലുള്ളാഹിക്ക് കൊടുക്കും. ഞാൻ ഈ ഭക്ഷണം കൊണ്ട് ഞാൻ സെലക്ട് ചെയ്യും, ഞാൻ തെരഞ്ഞെടുക്കും. അബീ റസൂലല്ലാഹ് അലാ നഫ്സി വമൻ ഇൻദി. എന്നെക്കാളും എന്റെ കുടുംബത്തെക്കാളും എന്റെ അടുത്തുള്ള ആശ്രിതരെക്കാളും ഒക്കെ ഞാൻ ഈ ഭക്ഷണം ഇന്ന് കൊടുക്കാൻ കണ്ടത് മുത്തുനബിക്കാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സംഭവം പറയുന്നു വകാനു ജമീഅൻ മുഹ്താജീന ഇലാ ശുഅബത്തി തആം. ഒരു നേരത്തെ നിറവയറിന് അവർക്കൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചൊന്ന് വയറ് നിറക്കാൻ അവർക്കൊക്കെ ആവശ്യമുള്ള പോലെ തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഫാത്തിമ ബീവി വിവരം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു. മോൻ ഹസനെ വിളിച്ചു, വലിയ മോനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹസൻ മോൻ ഇങ്ങ് വാ, മോന് വല്ലിപ്പാനെ പോയി വിളിച്ചു കൊണ്ടുവാ. അല്പം ഭക്ഷണമുണ്ട്, അത് ഞാൻ വല്ലിപ്പാക്ക് കൊടുക്കണം, നീ കൊണ്ടുവാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മോൻ പോയി, സന്തോഷത്തോടെ പോയി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചപ്പോ ആ പൊന്നുമോന്റെ പേരക്കുട്ടിയുടെ കയ്യും പിടിച്ചിങ്ങനെ നടന്നു വരുന്നു. എന്തിനാന്നൊന്നും അറിയില്ല. മകള് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വന്നതാണ്. വന്ന് കയറിയപ്പം ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു, ഖദ് അത്തല്ലാഹു ബിശൈഇൻ ഫഖബ്ബതുഹു ലക യാ ബി. അല്ലാഹു ഒരൽപ്പം ഭക്ഷണം ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ എന്റെ ഉപ്പാ തങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഫഖബ്ബതുഹു ലക. അത് ഞാൻ എന്റെ പൊന്നുപ്പക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഹലുമ്മി, ഇങ്ങ് കൊണ്ടുവാ മോളെ, നല്ല വിശപ്പുണ്ട്, കൊണ്ടുവാ. മോള് കൊണ്ടുവന്നു. ഫാത്തിമ ഭക്ഷണം കൊണ്ടുവന്നപ്പം ഫകശഫത് അനിൽ ജഫ്ന, പാത്രം കൊണ്ടുവന്നതിന്റെ ശേഷം തളിക ഇങ്ങ് തുറന്നു, പ്ലേറ്റ് ഇങ്ങ് തുറന്നു. അടച്ചു വെച്ച പ്ലേറ്റ് അല്ലേ, ആകെ 2 പത്തിരിയും അല്പം കഷ്ണം ഇറച്ചിയും മാത്രമാണ് അതിലുള്ളത്. 2 കഷ്ണം ഇറച്ചിയും 2 പത്തിരിയും. അത് അടച്ചു വെച്ചതാണ്. മുത്തുനബിക്ക് തന്നെ ഇല്ല, ഒന്ന് രുചി നോക്കാനേ ഉള്ളൂ. ഇങ്ങ് തുറന്നപ്പം കാണാൻ കഴിഞ്ഞത് എന്താണെന്നറിയോ? ഫഇദാ ഹിയ മംലൂഅത്തുൻ ഖുബ്സൻ വലഹ്മാ. ഫഇദാ ഹിയ മംലൂഅത്തുൻ ഖുബ്സൻ വലഹ്മാ. അതിങ്ങ് തുറന്നു നോക്കുമ്പം ആ പാത്രം നിറയെ റൊട്ടിയും ഇറച്ചിയും നിറഞ്ഞു കിടക്കുകയാണ്. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ഈ പാത്രത്തിലേക്ക് അങ്ങ് നോക്കിയപ്പം ഫലമ്മാ നദറത് ഇലൈഹാ ബുഹിതത്. ഫാത്തിമ അന്തിച്ചു പോയി. എന്താ പറയേണ്ടത് എന്നറിയാതെയായി പോയി. ഉത്തരം മുട്ടിപ്പോയി, അന്തിച്ചു പോയി ഫാത്തിമ ബീവി. വഅറഫത് അന്നഹാ ബറകത്തും മിനല്ലാഹ്. ഇത് അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്താണെന്ന് ഉറച്ചു വിശ്വസിച്ചു. അൽഹംദുലില്ലാഹ് ഫഹമിദത്തില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഫഹമിദത്തില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ് എന്നിട്ട് വസല്ലത്ത് അലാ നബിയിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്വലാത്തും ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ആ പാത്രം വഖദ്ദമതുഹു ഇലാ അബീഹാ, പൊന്നുപ്പയുടെ അടുത്തേക്ക് അങ്ങ് നീക്കി വെച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹിയും പറഞ്ഞു, അൽഹംദുലില്ലാഹ്. മിൻ ഐന ലക്കി ഹാദാ യാ ബുനയ്യ, മിൻ ഐന ലക്കി ഹാദാ യാ ബുനയ്യതു. എന്റെ കുഞ്ഞുമോളെ, ഇത് എവിടെന്ന് കിട്ടിയതാണ് എന്റെ മോക്ക്?
ഞാൻ ഇപ്പൊ വരുമ്പോ ഇവിടെ ഭക്ഷണമില്ല എന്നല്ലേ പറഞ്ഞത്, ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഉടനെ തന്നെ പറഞ്ഞു യാ അബത്തി ഹുവ മിൻ ഇൻദില്ലാഹ്. കാരണം അടച്ചു വെച്ചത് കുറച്ച് സാധനമായിരുന്നു, അടച്ചു വെച്ചത് ചെറിയ സാധനമായിരുന്നു, അത് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല തന്നതാണ് എന്ന നിലക്ക് പറഞ്ഞു, ഇത് പടച്ചോൻ തന്നതാണ് ഉപ്പാ. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. വിചാരിക്കാത്ത ഭാഗത്തിൽ കണക്കും കയ്യുമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഉദ്ദേശിച്ചവർക്ക് റിസ്ക് കൊടുക്കുന്നല്ലേ. എനിക്ക് കിട്ടി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ സത്യമാണോ മോളെ നീ പറഞ്ഞത്? എങ്കില് നീ എനിക്ക് മാത്രം ഇത് തരരുത്, ഇതാ പാത്രം നിറയെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കഴിക്കാലോ. പൊന്നുമോളെ അലിയെവിടെ? അലിയാരെ ഞാൻ പതുക്കെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്, വിളിപ്പിക്കലിനെ. അലിയാരെ വിളിപ്പിച്ചു. എന്നിട്ട് അലിയാരെ വിളിച്ചു വരുത്തി. അലി ഇരുന്നു, സയ്യിദുനാ റസൂലുള്ളാഹി ഇരുന്നു, ബീവി ഫാത്തിമ ഇരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇരുന്നു. فأكل رسول الله صلى الله عليه وسلم وعلي وفاطمة وحسن وحسين. ഇവരൊക്കെ കഴിച്ചു. ഒക്കെ കഴിച്ചിട്ടും മാംസവും റൊട്ടിയും ബാക്കിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൊന്നുമോളെ ഇനിയും ബാക്കിയുണ്ടല്ലേ? എങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ ഉമ്മമാരുടെ അടുത്ത് കയറിയിട്ടാണ്. അതായത് നബി തങ്ങളുടെ ബീവിമാർ. ആ വീട്ടിലൊന്നും പുക പൊങ്ങിയിട്ടില്ല മോളെ. അതുകൊണ്ട് പൊന്നുമോൾ ഒരു കാര്യം ചെയ്യോ, ഇതിലൊരു ഓഹരി അവർക്കൊക്കെ കൊടുത്തയക്കണം. ഹഫ്സാ ബീവിയുടെ വീട്ടിലേക്ക്, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉമ്മു കുൽസൂമിന്റെ വീട്ടിൽ, ഉമ്മു സലമയുടെ വീട്ടിലേക്കൊക്കെ അതാ ഇതിൽ നിന്നൊരു ഓഹരി ഇങ്ങനെ പോവുകയാണ്. അവർക്കൊക്കെ കൊടുത്തതിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ വീട്ടിലുള്ള മറ്റ് വേലക്കാരും മറ്റുമായിട്ടുള്ള ആരൊക്കെ ഉണ്ടോ നബി തങ്ങളുടെ ആശ്രിതരൊക്കെ കഴിച്ചു. ഹത്താ ശബീഉ, അവരൊക്കെ വയറ് നിറയെ തിന്നു. വബഖിയത്തിൽ ജഫ്നതു കമാ ഹിയ. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഇവരൊക്കെ തിന്നിട്ടും പാത്രം അതുപോലെ കിടക്കുന്നു, ഒന്നും പറ്റിയിട്ടില്ല. പാത്രത്തിൽ അപ്പോഴും അതുപോലെ ഉണ്ട്. ഫാത്തിമ ബീവി പറയാണ്, ഫഔസഅതു ബിബഖിയതിഹാ അലാ ജമീഇ ജീറാനിഹാ. ഫാത്തിമ ബീവി പറയാണ്, ഫാത്തിമ ബീവിയുടെ മുഴുവൻ അയൽക്കാർക്കും ഇതിലെ ഭക്ഷണം ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ എത്തിച്ചു. ജഅലല്ലാഹു ഫീഹി ബറകതൻ വഖൈറൻ കസീറാ. അല്ലാഹു അതിൽ വലിയ ഖൈറും ബറക്കത്തും അധികരിപ്പിച്ചു തന്നു. ഈ സംഭവം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇമാം ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ അവതരിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഭാഗവും കൂടെ കാണാം. എന്ത്? ഈ ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയും കൂടെ പറഞ്ഞു. എന്ത്? ഈ ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുമ്പോ ചൊല്ലിയ ഹംദ് ഇങ്ങനെയായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ ജഅലകി ശബീഹതൻ ബിസയ്യിദതി ബനി ഇസ്രായീൽ. അൽഹംദുലില്ലാഹില്ലദീ ജഅലകി ശബീഹതൻ ബിസയ്യിദതി ബനി ഇസ്രായീൽ. ഇസ്രായേല്യരുടെ നേതാവായ ബീവി മറിയം റളിയല്ലാഹു അൻഹായോട് നിന്നെ സാദൃശ്യമാക്കിയ റബ്ബിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ എന്റെ മകളെ മറിയം ബീവിയോട് അല്ലാഹു തആല സാദൃശ്യമാക്കിയിരിക്കുകയാണ്. മറിയം ബീവി മെഹ്റാബിൽ കയറി ചൊല്ലുമ്പോ സീസണിലില്ലാത്ത പഴങ്ങളൊക്കെ ഇങ്ങനെ കിട്ടും, ഭക്ഷണമൊക്കെ ഇങ്ങനെ കിട്ടും. സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോ കാണുമ്പോ ചോദിക്കുന്നത് എവിടുന്നാ മറിയമേ? ഹാദാ മിൻ ഇൻദില്ലാഹ്. മറുപടി അതായിരുന്നു, പടച്ചോൻ തന്നതാണ്, പടച്ചോന്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്. അന്നാലക്കി ഹദായ മറിയം ചോദിക്കുമ്പോ മറുപടി അതായിരുന്നു. എന്നതുപോലെ ദാ എന്റെ മോൾക്ക് അല്ലാഹു നേരിട്ട് ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്റെ മോൾക്ക് അല്ലാഹു തആല ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട ബീവി മറിയം റളിയല്ലാഹു അൻഹയുടെ പവറിലേക്ക് എന്റെ മകൾ ഉയർന്നിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം അതങ്ങനെയായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് നമ്മൾ ഒന്ന് പറഞ്ഞു, ഇനിയും പറയാനുണ്ട്. ഈ കറാമത്തിനൊക്കെ നിമിത്തങ്ങളുണ്ട്. അവിടുത്തെ ജീവിത വിശുദ്ധിയാണ് ഇതിന് കാരണം. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഹസൻ എന്ന കുട്ടിയുടെ മോഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ദിവസം കുപ്പായമഴിച്ച് ഫാത്തിമ ബീവിയുടെ സ്വന്തം ഷർട്ട് എടുത്തിട്ട് അലിയാരെ കയ്യിൽ കൊടുത്തു. ഇത് കൊണ്ടുപോയി വിറ്റിട്ട്
ഹസൻ പറയുന്ന ആ സാധനം വാങ്ങിക്കൊടുക്കണം. ഹസൻ റളിയല്ലാഹു അൻഹു എന്തോ ഒരു മിഠായി ചോദിച്ചു. നല്ല മധുരമുള്ള ഒരു സാധനം തിന്നാൻ പൂതി പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, മക്കള് പൂതി പറയുമ്പോ ഉമ്മാർക്ക് നിൽക്കൂല. വാപ്പാരെങ്ങനെയെങ്കിലും എന്തെയൊക്കെ പറഞ്ഞു ഒഴിവാക്കും, പക്ഷെ ഉമ്മാർക്ക് നിൽക്കൂല, സഹിക്കാൻ കഴിയൂല. ഉമ്മ പറഞ്ഞു എന്റെ കുപ്പായതാ, ഇത് കൊണ്ടേ വിറ്റിട്ട് നമ്മളെ കുട്ടി പറഞ്ഞ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അതും കൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയി 6 ദിർഹമിന് കുപ്പായം വിറ്റു. ആരുടെ കുപ്പായായി വിറ്റത്? ബീവി ഫാത്തിമയുടെ. 6 ദിർഹമിന് കുപ്പായം വിറ്റു. ആ 6 ദിർഹമും പോക്കറ്റിലിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരിക. ഫസഅലഹു സായിലുൻ, ഒരു യാചകൻ വഴിയിൽ നിന്ന് കണ്ടു. ഒരു യാചകൻ വഴിയിൽ നിന്ന് കണ്ടു. ആ യാചകൻ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വല്ലതും തരുമോ? യാചകനല്ലേ, കൈ ഇങ്ങനെ നീട്ടി. ഫഅതാഹു ഇയാഹ, ഈ 6 ദിർഹം എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. ഇതാണ് സ്വഭാവം. ഫാത്തിമയുടെയും കുടുംബത്തിന്റെയും സ്വഭാവം. അലിയാര് ഈ 6 ദിർഹം എടുത്തിട്ട് അയാൾക്ക് അങ്ങ് കൊടുത്തു. അങ്ങനെ പിന്നെ ഇങ്ങനെ പോവാണ്. ആ ദിർഹം കൊടുത്ത് പിന്നെ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്തുണ്ട് അയാൾ ഒരു ഒട്ടകത്തെയും പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. ഒരൊട്ടകത്തെയും കയറ് പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പൂതി, ആ ഒട്ടകത്തെ വാങ്ങണം. നിങ്ങൾക്ക് വേണോ ഒട്ടകത്ത് കൊടുക്കാനുള്ളതാണ് കാരണം? ആ ഞാൻ വാങ്ങാം, പക്ഷെ എന്റെ കയ്യിൽ കാശില്ലല്ലോ. എന്ത് ചെയ്യും? കാശ് പിന്നെ തന്നാ മതി, ഉണ്ടാവുമ്പോ തന്നാ മതിയാണ്. കാശ് പിന്നെ തന്നാൽ മതി, അവധിയുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ വാങ്ങിക്കൊള്ളാം. എത്രയാ നിങ്ങൾ ഒട്ടകത്തിന് വില നിശ്ചയിക്കുന്നത് എന്ന് വെച്ചു. 60 ദീനാർ തന്നാ നിങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ട്. 60 ദീനാർ. 60 ദീനാറിന് അവധി നിശ്ചയിച്ച് വാങ്ങി. നിങ്ങൾ ഇന്ന ദിവസം ഇവിടെ വന്നാ മതി, ഇവിടുന്ന് കടം വീട്ടാ, ഇവിടെ വന്നാല് ഞാൻ ഇവിടെ ഉണ്ടാകും, ഈ വഴിക്ക് വരിക, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കും, ഇന്ന ദിവസം വന്നിട്ട് കടം വീട്ടുക, റെഡി. അങ്ങനെ പിന്നെ ഒട്ടകത്തിനായിട്ട് ഇങ്ങനെ പോരുക. ഒട്ടകത്തെ വാങ്ങി, പൈസ കൊടുത്തിട്ടില്ല, കടത്തിനാണ് വാങ്ങി. ഇങ്ങനെ പോരുന്ന സമയത്ത് വേറെ ഒരാള് വഴിയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ ഒട്ടകം കൊടുക്കുവോ ചോദിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് വീട്ടിൽ നിന്ന് ഒരു മോഹത്തിൽ ഇറങ്ങിയതാ. മോന്റെ മോഹം പൂർത്തീകരിക്കാൻ ഇറങ്ങി. അത് ഇവിടെ വഴിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? തകർന്നിരിക്കുകയാണ്. ഇനി സുബ്ഹാനല്ലാഹ്, എന്തും പറഞ്ഞിട്ടാണ് ഞാൻ ഫാത്തിമയുടെ അടുത്തേക്ക് കയറി ചെല്ല്, ആകെയുള്ള കുപ്പായ എടുത്ത് എനിക്ക് തന്നതാണ് മോന്റെ മോഹം പൂർത്തീകരിക്കാൻ. ഇനി ഞാൻ എന്ത് പറയുമെന്നിങ്ങനെ കരുതി നിൽക്കാൻ. അപ്പൊ മഹാനവറുകള് ഈ ഒട്ടകത്തിന് ലാഭം കിട്ടിയാ കൊടുക്കാന്നുള്ളിടത്തെത്തി. ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, 60 ദീനാറും 6 ദിർഹമും തന്നാൽ, 60 ദീനാറും 6 ദിർഹമായ യാചകന് കൊടുത്തുപോയ 6 ദിർഹം, അത് കിട്ടിയ സംഗതി നടക്കും. ഏത്? കുപ്പായത്തിന്റെ കാശ് ഫാത്തിമാക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും. 60 ദീനാർ കിട്ടിയ ഒട്ടകത്തിന്റെ കടം വീട്ടും ചെയ്യാം. ഇതാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, ഞാൻ റെഡിയാണ്. 60 ദീനാറും 6 ദിർഹമും. ദീനാറും ദിർഹമും തമ്മിലുള്ള വ്യത്യാസം വെള്ളി നാണയവും സ്വർണ്ണ നാണയവുമാണ്. ഇതാണ് വ്യത്യാസം. അപ്പൊ എന്ത് ചെയ്തു? ഈ 60 ദീനാറും 6 ദിർഹമും കൊടുത്തിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കച്ചവടം ഉറപ്പിച്ചു. ആ പൈസ റൊക്കം കൈമാറി. അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവര് പ്രസ്തുത ദിവസത്തില് അവധി പറഞ്ഞതല്ലേ, വന്ന് ഒട്ടകം തനിക്ക് വിൽപ്പന നടത്തിയ ആളെ കാത്തു നിൽക്കുന്നു. ആ ആളെ ഒന്ന് കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന് പൈസ കൊടുക്കായിരുന്നല്ലോ. അതിന്റെ വില കൊടുക്കാൻ വേണ്ടി അയാളെ കാത്തു നിന്നു. പക്ഷേ ഫലം യജിദുഹു, എത്ര കാത്തു നിന്നിട്ടും ആളെ കിട്ടിയില്ല. അവസാനം മുത്തുനബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വിഷമിക്കണ്ട, അമ്മസ്സായിലു ഫരിദ്വാൻ വഅമ്മൽ ബായിഉ ഫമികായിൽ വഅമ്മൽ മുസ്തരി ഫജബ്രഈൽ അലൈഹിമുസ്സലാം. ആദ്യം 6 ദിർഹം പോക്കറ്റിലിട്ട് പോരുമ്പോ യാചിച്ചു കൊണ്ടുവന്ന യാചകനാരാന്നറിയോ? അത് മറ്റാരുമല്ല, റിദ്വാൻ അലൈഹിസ്സലാമാണ്. സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിദ്വാനാണ്.
രണ്ടാമത് നിങ്ങൾക്ക് അമ്മൽ ബായിഉ ഒട്ടകത്തിനെ വിൽപ്പന നടത്തിയ ആളില്ലേ, അത് മീകായിൽ അലൈഹിസ്സലാമാണ്. ഒട്ടകത്തിനെ ലാഭത്തിന് വാങ്ങിയ ആളില്ലേ, വഅമ്മൽ മുസ്തരി ഫജിബ്രായിൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് ഇനി തെരഞ്ഞു നടക്കണ്ട, അതൊക്കെ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഇനി ആളെ തെരഞ്ഞു നടക്കണ്ട, അത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. 6 കൊടുത്തതിന് 60 10 ഇരട്ടി കണ്ട് ഇവിടെ ലാഭം കിട്ടിയിരിക്കുകയാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. 6 ദിർഹം കൊടുത്തതിന് 60 ദിനാർ പകരം കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 ഇരട്ടി, അതും സ്വർണ്ണ നാണയം കൊണ്ട് പകരം കിട്ടി. വെള്ളി നാണയം കൊടുത്തതിന് സ്വർണ്ണ നാണയം പകരം കിട്ടി, അതും 10 ഇരട്ടിയാ കിട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഫാത്തിമ ബീവിയുടെ കുപ്പായത്തിന്റെ ബറക്കത്തായി, ഫാത്തിമ ബീവിയുടെ കറാമത്തിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെഴുതുന്നത് കാണാം. ഈ സംഭവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, സദഖക്ക് വലിയ മഹത്വം. ഒറ്റ ഹദീസ്, ആ ഹദീസ് ഞാൻ ഇവിടെ ഈ സദസ്സിൽ, അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവസരോചിതം പറയുന്നതിന് ഞാൻ വലിയ മഹത്വം കാണുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ സ്വർഗവാതിൽക്കൽ 4 ആള് വരും. സയ്യിദുനാ റസൂലുള്ളാഹി, സ്വർഗവാതിൽക്കൽ 4 ആള് ഖിയാമത്ത് നാളിൽ വരും. ബിഗൈരി ഹിസാബ്, അവര് കണക്കും ചോദ്യവും വിചാരണയും ഒന്നും ഇല്ലാതെയാണ് വരിക. ആരാണ് ആ വരുന്നത് എന്നറിയോ? അൽ ഹജ്ജുല്ലദീ ഹജ്ജൽ ബൈത ബിഗൈരി ഇഫ്സാദ്. 2 വശഹീദുല്ലദീ ഖുതില ഫിൽ മഅറക. 3 വസ്സഖിയുല്ലദീ ലം യൽതമിസ് ബിസഖാവതിഹി റിയാഅ. 4 വൽ ആലിമുല്ലദീ അമില ബിഇൽമിഹി. 4 ആള് സ്വർഗ്ഗവാതിൽക്കൽ വരും. സയ്യിദുനാ റസൂലുള്ളാഹി ആരാണ്? 1 കൂലി ബാത്തിലാക്കി കളയുന്ന ഒരു കാര്യവും ചെയ്യാതെ പൂർണ്ണമായ ഹജ്ജ് ചെയ്തവൻ, ഒരു തരത്തിലുള്ള ഫസാദുകളും വന്ന് ചേരാതെ ഹജ്ജ് ചെയ്യുന്ന ആള്. അൽ ഹജ്ജുല്ലദീ ഹജ്ജൽ ബൈത ബിഗൈരി ഇഫ്സാദ് വശഹീദുല്ലദീ ഖുതില ഫിൽ മഅറക. അപ്പോ പൂർണ്ണമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത ആള്, ഹാജിയാര്, അല്ലാഹ് സ്വീകരിച്ച ഹാജിയാര് ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ വന്നു നിൽക്കും. 2 വശഹീദുല്ലദീ ഖുതില ഫിൽ മഅറക. ഇസ്ലാമിക സമരക്കളത്തില് ഷഹീദായി പോയ, രക്തസാക്ഷിത്വം വരിച്ച ഷഹീദ്, ഇസ്ലാമിക മാർഗത്തിൽ കൊല്ലപ്പെട്ടയാൾ, അയാളും ഹിസാബില്ലാതെ സ്വർഗവാതിൽക്കൽ വരും. ധർമ്മം ചെയ്തപ്പോ നല്ല പിള്ള ചമയുക എന്ന ലക്ഷ്യം ഒട്ടും തൊട്ടു തീണ്ടാതെ ധർമ്മം ചെയ്ത ധർമ്മിഷ്ഠൻ, ലോകമാന്യല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല എന്നർത്ഥം, ആളുകളുടെ മുന്നിൽ നല്ല കുട്ടിയാവാൻ വേണ്ടിയല്ല ചെയ്തത്, അള്ളാനെ വിചാരിച്ച് ധർമ്മം ചെയ്ത റിയാദ് തൊട്ടു നീണ്ടാത്ത ധർമ്മിഷ്ഠൻ, അയാളും സ്വർഗവാതിൽക്കൽ വരും ഹിസാബില്ലാതെ. 4 വൽ ആലിമുല്ലദീ അമില ബിഇൽമിഹി. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്ത പണ്ഡിതനും സ്വർഗവാതിൽക്കൽ വരും. അല്ലാഹ്. എന്നിട്ട് 4 ആളും കൂടെ ഒപ്പത്തിയിരിക്കുകയാണ്. ഫയതനാസഊന ഫീ ദുഖൂലിൽ ജന്നത്തി അവ്വല. ആദ്യം ആര് സ്വർഗത്തിൽ കടക്കണം എന്നതിന്റെ കാര്യത്തിൽ അവരവിടെ തർക്കിക്കും. ഫയതനാസഊന ഫീ ദുഖൂലിൽ ജന്നത്തി അവ്വല. ആദ്യം ആര് സ്വർഗത്തിൽ കടക്കണം എന്ന കാര്യത്തിൽ ഇങ്ങനെ തർക്കിക്കുമ്പോൾ ഫയുർസിലുല്ലാഹു ജിബ്രീൽ, അല്ലാഹു തആല ജിബ്രീലിനെ വിടും, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ബിൽ അദ്ൽ, നീതിപൂർവം മധ്യസ്ഥം വഹിക്കാൻ ജിബ്രീലിനെ പറഞ്ഞയക്കും. അങ്ങനെ ജിബ്രീൽ വന്നിട്ട് ഷഹീദിനോട് ചോദിക്കും, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഷഹീദിനോട്, രക്തസാക്ഷിയോട് ചോദിക്കും, മാ ഫഅൽത ഫി ദുനിയ ഹത്താ തുരീദ അൻ തദ്ഖുലൽ ജന്നത അവ്വല. ആദ്യമായിട്ട് സ്വർഗ്ഗത്തിലേക്കാണ് കടന്നു പോകാൻ നിങ്ങൾ എന്താ ദുനിയാവെന്ന് ചെയ്തത്? അപ്പൊ അയാളുടെ മറുപടി, ഖുതിൽതു ഫിൽ മഅറക, ഞാൻ സമരക്കളത്തില് ഷഹീദായി കൊല്ലപ്പെട്ട ആളാണ്, ലില്ലാഹ്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി കൊല്ലപ്പെട്ടയാളാണ്, ഇഖ്ലാസോട് കൂടെ ഷഹീദായ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോകുന്നു പറഞ്ഞത്. അപ്പോ ഈ ഷഹീദിനോട് അള്ളാഹ് ഏൽപ്പിച്ചിട്ട് ജിബ്രീൽ ചോദിക്കുകയാണ്, മിമ്മൻ സമിഅത, ആരിൽ നിന്നാണ് നിങ്ങൾ കേട്ടത്? അന്നമൻ ഖുതില ഫീ സബീലില്ലാഹി യദ്ഖുലുൽ ജന്ന,
അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടയാള് സ്വർഗത്തിൽ പോകുന്ന ആര് പറഞ്ഞിട്ടാ നിങ്ങൾ കേട്ടത്? ആര് പറഞ്ഞത് കേട്ടിട്ടാ നിങ്ങൾ ഷഹീദായത്? ഇതിന്റെ പ്രതിഫലം നിങ്ങൾ എവിടെന്നാ കേട്ടത്? ഫയഖൂലു മിനൽ ഉലമാ. അപ്പൊ അദ്ദേഹം പറയും, അത് പണ്ഡിതന്മാര് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പോയി ഷഹീദായത്. അപ്പൊ ആ പണ്ഡിതണ്ടല്ലോ ഇവിടെ കടക്കാൻ തർക്കിച്ചിരിക്കണം. അപ്പൊ എന്തായാലും നിങ്ങളല്ലല്ലോ ആദ്യം കടക്കേണ്ടത്, അല്ലാഹു തആല. ആലിം ഇത് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റൂല, നിങ്ങൾ മാറി നിൽക്ക്, ആലിമിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ. അപ്പോ എന്ത് ചെയ്യും? അങ്ങനെ ഷഹീദിനോട് ചോദിക്കും. അത് കഴിഞ്ഞതിന്റെ ശേഷം ഇവനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, എന്ത് ആലിമില്ലെന്നാ ഞാനത് കേട്ടത് എന്ന് പറയുമ്പോ, നിങ്ങൾ അദബ് കീപ്പ് ചെയ്യണം, വലാ തതഖദ്ദം അലാ മുഅല്ലിമിക, നിങ്ങളെ പഠിപ്പിച്ചു തന്ന ഉസ്താദ് പോകാതെ നിങ്ങൾ പോകരുത്. ഉസ്താദിന്റെ മുമ്പ് നിങ്ങൾ പോകാൻ നോക്കല്ലേ. പിന്നെ ഹാജിയാരെ വിളിക്കും, ഹാജിയാരെ നിങ്ങൾക്ക് എന്താ സ്വർഗത്ത് പോകാനുള്ളത്? ഹാജിയാര് പറയും, ഞാൻ ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ പരിപൂർണമായ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പടച്ചോനും വേണ്ടിയിട്ടൊരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബലത്തിലാണ് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, ആദ്യം കടക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ധർമ്മിഷ്ഠനോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ പോകാൻ ഒരുങ്ങുന്നത്? ധർമ്മിഷ്ഠൻ പറയും, ഞാൻ ധർമ്മം ചെയ്തിട്ടുണ്ട്, റിയാ ഇല്ലാതെ, ലോകമാന്യമില്ലാതെ ഞാൻ ധർമ്മം നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തില്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോകുമെന്ന് പറയാൻ കാരണം. അള്ളാഹു രണ്ടാളോടും ചോദിക്കും, നിങ്ങൾ രണ്ടാളും എവിടുന്ന് ഇത് പഠിച്ചത്? രണ്ടാളും മറുപടി പറയുന്നു, ഷഹീദ് പറഞ്ഞതുപോലെ ഈ രണ്ട് വിവരവും ധർമ്മം ചെയ്താൽ രക്ഷപ്പെടും എന്ന് പഠിപ്പിച്ചത്, ഹജ്ജ് ചെയ്താൽ രക്ഷപ്പെടും എന്ന് പഠിപ്പിച്ചത് മുസ്ലിയാരാ, ആലിമാണ് പഠിപ്പിച്ചത്. അപ്പൊ അവരോടും പറയുന്നു, എങ്കിലേ നിങ്ങൾ രണ്ടുപേരും അദബ് കീപ്പ് ചെയ്യണം. വലാ തതഖദ്ദമാ അലാ മുഅല്ലിമികുമാ, നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദിനെ ഓവർടേക്ക് ചെയ്യരുത്, മാറി നിൽക്ക്, ഉസ്താദിനെ ഓവർടേക്ക് ചെയ്യരുത്. അങ്ങനെ ഉസ്താദ് മുന്നോട്ട് വരും. ഉസ്താദ് മുന്നോട്ട് വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ് ആലിമിനോട്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? എന്തായാലും ഞാൻ സന്ദർഭം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ആലിമ് പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് പറയാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഇത് പറഞ്ഞത്. ഫയഖൂലുൽ അലിമു, അപ്പൊ ആലിമ് പറയും, പടച്ചോനെ ഈ ഷഹീദ് പറഞ്ഞത് ശരിയാണ്, ഈ സഹീദ് ധർമ്മിഷ്ഠൻ പറഞ്ഞത് ശരിയാണ്, റഹ്മാനായ റബ്ബേ ഇവരൊക്കെ ഇവിടെ പറഞ്ഞത് ശരിയാണ്, ആ സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഹാജിയാര് പറഞ്ഞത് ശരിയാണ്, എന്റെ വയല് കേട്ടിട്ടാണ് അവരതൊക്കെ ചെയ്തിട്ടുള്ളത്, എന്റെ അറിവിൽ നിന്നാണ് അവർക്ക് ആ ഗുണഫലമൊക്കെ കിട്ടിയിട്ടുള്ളത് ഇലാഹി. പക്ഷേ എന്റെ നാഥാ അല്ലാഹുവിനോട് ആലിമു പറയാണ്, അന്ത തഅലമു, റബ്ബേ നിനക്കറിയാം, മാ ഹസൽതുൽ ഇൽമ, ഞാൻ ഇൽമ് നേടിയിട്ടില്ല, ഞാൻ വയല് പറഞ്ഞിട്ടാ ഇവർക്ക് ഈ നിഅമത്ത് കിട്ടിയത് എന്ന് ഇവർ പറഞ്ഞു, സംഗതി ശരിയാണ്, പക്ഷേ ഞാൻ വയല് പറയാനുള്ള ഇൽമ് നേടിയിട്ടില്ല, ദർസ് നടത്താനുള്ള ഇൽമ് നേടിയിട്ടില്ല, ഖതീബാകാനും ഖാളിയാവാനുമുള്ള ഇൽമ് നേടിയിട്ടില്ല. ഇല്ലാ ബിസഹാബത്തി സഹി, മുതലാളിമാര് ഭക്ഷണം തന്നു, ധർമ്മിഷ്ഠന്മാര് എനിക്ക് കിതാബ് വാങ്ങാൻ കാശ് തന്നു, എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തന്നു. അപ്പൊ ധർമ്മിഷ്ഠന്റെ ധർമ്മം വഴിയാണ് ഞാൻ ഇൽമു പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് പടച്ചോനെ എന്നെ സ്വർഗത്തിലേക്ക് വിടുന്നതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഭക്ഷണം തന്ന ഉമ്മമാരെ ഉപ്പമാരെ സ്വർഗത്തിൽ വിടണം. സുബ്ഹാന മൻ ജല്ല ജലാലു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണ പരമ്പരയാണ് ചെറുവാടിയിലെ പ്രഭാഷണ പരമ്പര. അവരുടെ മക്കള് പറഞ്ഞ് കേട്ടറിഞ്ഞ് ആ ഉമ്മ ഞാൻ ചെന്നപ്പോൾ പൊട്ടിക്കരയുന്നു. മോനെ, നാട്ടിലുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ നിസ്കാരത്തിന് നീ തന്നെ നേതൃത്വം നൽകണം. എന്നെ 11 വയസ്സ് മുതൽ ഒരു 14 വയസ്സ് വരെ തീറ്റിപ്പോറ്റിയ ഉമ്മയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, സാധുവായ ചെറിയ ഒരു മുതഅല്ലിമായ ഞാന് അത് പറഞ്ഞതിൽ ആ ഉമ്മക്ക് ഇത്ര വലിയ സന്തോഷമുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിന് ചോറ് കൊടുത്ത ഉമ്മ, ശൈഖുനാ കാന്തപുരം ഉസ്താദിന് ചോറ് കൊടുത്ത ഉപ്പ, ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ, അടുത്ത കാലത്ത് വരെ ചാലിയത്തുണ്ടായിരുന്നു ഉസ്താദിനു ചോറ് കൊടുത്ത ഉമ്മ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എത്ര വലിയ സന്തോഷമുണ്ടാകും. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മദീനത്തു സിയം ദർസിനെ സഹായിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളോട്, ഇത് നിങ്ങൾക്ക് വെറുതെ ആവൂല. ഈ കച്ചവടം പള്ളി ദർസിലെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താൽ അത് വെറുതെ ആവൂല. ഉറപ്പാണ്, നിങ്ങൾക്കതിന്റെ ഫലം കിട്ടും. നിങ്ങൾക്കതിന്റെ ഫലം കിട്ടും. സംഭാവനക്ക് വലിയ മഹത്വമുണ്ട്.